السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആലാന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പാഠഭാഗം അവസാനിച്ചു. ഇനി ബാങ്കും ഇഖാമത്തും സംബന്ധമായ ചില കാര്യങ്ങൾ പറയാൻ. ബാങ്ക്, ഇഖാമത്ത്, അതുമായി ബന്ധപ്പെട്ട മസ്അലകളും കാര്യങ്ങളും, പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളും പറഞ്ഞിട്ട് ഈ വിഷയം അവസാനിപ്പിക്കും. പിന്നീട് ജമാഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ജമാഅത്തിന്റെ ഭാഗത്തേക്ക് കടക്കുക. നമ്മളെ ആരൂരൊക്കെ ഉണ്ടാവും താഴത്ത് എന്ന് വിചാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. ഫസ്ലുൻ ഫിൽ അദാനി വൽ ഇഖാമത്തി. അങ്ങനെ തുടങ്ങുന്നത്. ബാങ്ക്, ഇഖാമത്ത്. ബാങ്ക് എന്നത് യഥാർത്ഥത്തില് തുർക്കി ഭാഷയിൽ നിന്ന് വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ശരി, അറിയിപ്പ്, വിളംബരം എന്നൊക്കെയുള്ള അർത്ഥാണ് ആ വാക്കിന്. അറബിയിലും അദാൻ എന്ന് പറഞ്ഞാൽ അതന്നെ വിളംബരം, അറിയിപ്പ് എന്നാണ്. അതിന് തുർക്കി ഭാഷയിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ബാങ്ക്. അല്ലാതെ മലയാളത്തില് ഉള്ളതല്ല. പക്ഷെ മലയാളത്തിൽ ഇന്നത് മലയാളീകരിക്കപ്പെട്ട വാക്കുകളിൽ പെട്ടായിട്ട് എണ്ണ വേണമെങ്കിൽ. ഹുമ, ഈ അദാന് ഇഖാമത്ത് എന്നത് ലുഗത്തൻ ഭാഷയിൽ അൽ ഇഅ്ലാമൂന, വാങ്ക് എന്ന് പറഞ്ഞോളി എന്നാല്. പക്ഷെ അത് നിങ്ങൾ പിന്നെ ഇനി വേണമെങ്കിൽ കർണാടകത്തിൽ നിന്ന് വന്നതാന്നൊക്കെ നിങ്ങൾക്ക് പറയാം. എന്നാല് വാങ്ക് എന്നൊക്കെ പറഞ്ഞാല് ഇതങ്ങനെയല്ല, ഇത് ബാങ്ക് എന്ന് തന്നെയാണ്. വന്നത് തുർക്കിന്നാണ് എന്ന് മാത്രം. അദാൻ എന്ന് പറഞ്ഞാൽ ഏലാമ് എന്നാ ഭാഷാർത്ഥത്തിൽ, അറിയിപ്പ് എന്ന്. മനസ്സിലായില്ലേ? എന്നാൽ ഇഖാമത്ത് എന്ന് പറഞ്ഞാലോ, ഇഖാമത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, വാക്കർത്ഥം അതല്ല, അറിയിപ്പ് എന്നതല്ല. എന്നാൽ ഉദ്ദേശം അങ്ങനെയാണ്. രണ്ടുകൊണ്ടും, ഒന്ന് സമയം നിസ്കരിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ള അറിയിപ്പായി, രണ്ടാമത് നിസ്കാരം തുടങ്ങാൻ പോകുന്നു എന്ന്. അഖാമ യുഖീമു ഇഖാമത്തൻ എന്ന് പറയുന്ന അഖാമന്റെ മസ്തറായിട്ട് വരുന്ന ഇഖാമത്ത, ഹസലൽ ഖിയാമു, അങ്ങനെയാണ്. അപ്പൊ ഒന്നാമത്തത് ഇഅ്ലാമ്, രണ്ടാമത്ത് പ്രവേശിക്കൽ. അപ്പൊ പ്രവേശിക്കലിനെ കുറിച്ച് അറിയിക്കുക എന്നുള്ള ഉദ്ദേശം ഉള്ളത് കൊണ്ട് രണ്ടും കൂടി എന്ത് പറഞ്ഞു, അത്ര ഇഅ്ലാമ് എന്ന് പറഞ്ഞു. ശർഅൻ എന്നാൽ അത് ഭാഷാർത്ഥാണ്. ശർഇൽ അദാന് ഇഖാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ മാ ഉരിഫ മിനൽ അൽഫാദിൽ മശ്ഹൂറത്തി ഫീഹിമ. മാ ഒന്നാണ്, എങ്ങനത്തെ ഒന്നാണ് ഉരിഫ, അത് മഅറൂഫായി അറിയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അറിയപ്പെട്ട എന്തിനാൽ? മിനൽ അൽഫാദിൽ മശ്ഹൂറത്തി ഫീഹിമ, ഈ അദാനിലും ഇഖാമത്തിലും പ്രസിദ്ധമായി അറിയപ്പെട്ട കെലിമത്തുകൾ, വാചകങ്ങൾ, അതിനാണ് അദാന് എന്ന് പറയാം. അല്ലാഹു അക്ബർ എന്ന മഹത്തായ തക്ബീർ കൊണ്ട് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. രണ്ടും
അതിന്റെ ലഫ്ളുകൾ പക്ഷേ പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല, അത്രമാത്രം മഷ്ഹൂറാണ്. മുസ്ലിംകൾ എന്നല്ല, മുസ്ലിങ്ങൾക്ക് പോലും അറിയാൻ മാത്രം പ്രസിദ്ധമാണ്. തൗഹീദിന്റെ ലാഹിരിയും ബാത്തിനിയുമായ, അല്ലെങ്കിൽ ശരീഅത്തിന്റെ ലാഹിരിയും ബാത്തിനിയുമായ മുഴുവൻ കാര്യങ്ങളും ഈ ബാങ്കിൽ ഉൾക്കൊള്ളുന്നു എന്ന ചുരുങ്ങിയ തോതിൽ. അതിലൊക്കെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ പോകേണ്ട സമയം അല്ല. അതൊക്കെ മറ്റ് കാര്യങ്ങൾ, ആത്മീയമായ വിഷയങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഉണർത്തേണ്ടത്. അപ്പൊ നമ്മൾക്ക് അതിന്റെ നിയമവശങ്ങളാണല്ലോ പറയുന്നത്. വൽ അസ്ലു ഫീഹിമ, ഈ ബാങ്കും ഇഖാമത്തും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മശ്റൂആണ്, നിയമമാക്കപ്പെട്ടതാണ് എന്നതിന്റെ തെളിവ് അൽ ഇജ്മാഉ, ഇജ്മാ ആണ്. ബാങ്ക് ഖുർആനിലും ഉണ്ട്, ഹദീസിലും ഒക്കെ ഉണ്ട്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറയുന്ന നിദ, അത് ബാങ്കിനെ കുറിച്ച. അതുപോലെ തന്നെ വഇദാ നാദൈതും മിനസ്സലാത്തി ഇത്തഖദൂഹാ ഹുസ്വൻ എന്ന് മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞോർത്തും നാദൈതും മിനസ്സലാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബാങ്കിന് വേണ്ടിയിട്ടുള്ള നിദാകാവുന്ന അദാനിനെ പറ്റി ഖുർആൻ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ ഹദീസിൽ പറയേണ്ട ആവശ്യമില്ല. വഇദാ ഹളറത്തുസ് സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും, നിങ്ങൾ ബാങ്ക് നിസ്കരിക്കാൻ ടൈമായാൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് കൊടുത്തുകൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ഹദീസുണ്ട്. എന്നാൽ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിനേക്കാളൊക്കെ ശക്തമാണ്. പിന്നെ ഇതിന് വ്യാഖ്യാനമില്ല എന്നർത്ഥം. എങ്ങനത്തെ ഇജ്മാ? അൽ മസ്ബൂഖു, ആ ഇജ്മാഇന് മുൻകടത്തപ്പെട്ടിരിക്കുന്നു ബിറുയത്തി അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, അൻസ്വാരികളിൽപ്പെട്ട വലിയ മുഹിബ്ബുർ റസൂലായ ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് അൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. എങ്ങനെ അദ്ദേഹം പഠിക്കേണ്ട ആളാണ്. സ്വപ്നം കണ്ടു എന്നുള്ളത് മാത്രമല്ല, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ സ്മരണ തന്നെ ശാശ്വതമായി നിലനിർത്തിയ വലിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് അൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കാരണം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞ അവിടുന്ന് വഫാത്തായ സമയത്ത് സഹിക്കാൻ കഴിയാതെ സങ്കടത്തോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, നിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് നീ തിരിച്ചു വിളിച്ചു. ആ ഹബീബിന്റെ ഷർഫാക്കപ്പെട്ട മുഖം കാണാൻ സാധിക്കാത്ത ഈ കണ്ണ്, ആ കണ്ണ് എനിക്ക് വേണ്ട. അതിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണം. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ട് കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടു. അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. എപ്പോൾ ആഗ്രഹിച്ചാലും ആ ഷറഫാക്കപ്പെട്ട മുഖം ഒന്ന് കാണാൻ പറ്റിയിരുന്നു. അവിടുന്ന് ഇഹലോകവാസം വെടിഞ്ഞതോടുകൂടി ഇനി കയ്യിലല്ലോ. ആ ഹബീബിനെ കാണാൻ കഴിയാത്ത കണ്ണ് എനിക്ക് പിന്നെ വേണ്ട. അത് അവരുടെ ഇഖ്ലാസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് അവർ ദുആ ചെയ്ത ഉടനെ രണ്ട് കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. അല്ലാഹു തആല അവരുടെ ഖൽബിലുള്ള ഇഖ്ലാസ് 100% ഉറപ്പാണ് എന്ന് അല്ലാഹുക്ക് അറിയാം. അതുകൊണ്ട് ആ ദുആ അപ്പടി അല്ലാഹു തആല സ്വീകരിച്ച് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച അവരുടെ ദുആ അനുസരിച്ച് അല്ലാഹു തആല. അപ്പൊ അങ്ങനെ പാടുണ്ടോ എന്ന് ചോദിക്കണം. അത് അവരുടെ മഹബ്ബത്തും ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹബീബിനോടുള്ള മഹബ്ബത്ത് സ്വന്തം നഫ്സിനെക്കാളിലും വലിയ മഹബ്ബത്ത് വേണമെന്ന് നമ്മളൊക്കെ പ്രസംഗിക്കുക എന്നല്ലാതെ അവരൊക്കെ യഥാർത്ഥത്തിൽ അത് ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ കൊണ്ടു നടന്നവരാ. അപ്പൊ കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ടതിനെ കാണലാണല്ലോ.
ഈ കാണുന്നതിൽ ഹബീബിനേക്കാളും വലിയ ഒന്ന് കാണാനില്ല. അതില്ലെങ്കിൽ പിന്നെ ഇനി ബാക്കിയുള്ള ഒന്നും കാണേണ്ട ആവശ്യം എനിക്കില്ല എന്നൊരാവശ്യം. അവരാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു തആല. അദ്ദേഹം എന്ന് പറയാൻ കാരണം അദ്ദേഹം മാത്രമല്ല, അന്ന് 10ഓളം സഹാബാക്കൾ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള 10ഓളം സഹാബാക്കൾ ആ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ മഹാനായ അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനാണ് ഈ വിവരം ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനും തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ആ വാചകങ്ങൾ ചൊല്ലിക്കൊടുത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആ ബാങ്ക് വിളിക്കാനും കാരണമായത്. അപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ അതറിയപ്പെടുന്നു എന്ന് മാത്രം. എന്നാണ് ഈ സ്വപ്നം കണ്ടത്? ലൈലത്തെ തശാവറു, സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി മുശാവറ ചെയ്തിരുന്നു ഒരു ദിവസം, അന്നത്തെ രാത്രി. എന്തിനെ കുറിച്ച് മുശാവറ ചെയ്തിരുന്നു? ഫീമാ യജ്മഉൻ നാസ. മദീന ഷരീഫിൽ പള്ളി നിർമ്മാണമൊക്കെ കഴിഞ്ഞ് ദിവസം തോറും മുഅ്മിനീങ്ങളായ ആളുകൾ വർദ്ധിച്ചു വരിക. 5 നേരം നിസ്കരിക്കുവാണല്ലോ. അപ്പോ സഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടൊരു മുശാവറ. ഹബീബായ നബിയെ, കൃത്യമായി നിസ്കാരം തുടങ്ങേണ്ട സമയം അറിഞ്ഞ് പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി ഒത്തുകൂടാൻ എന്തൊരു മാർഗമാണ്, ഒരു സംവിധാനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ മുശാവറ ചെയ്തപ്പോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു. ഒരാള് പറഞ്ഞു നമ്മൾ മണിയടിക്കുക. അതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ വേറൊരാൾ പറഞ്ഞു, അത് നമുക്ക് കോലില്ലല്ലോ. ഈ മണിയടിക്കുക എന്ന് പറയുന്നത് നസ്രാക്കൾ അവരെ ദേവാലയത്തിൽ നിന്നിട്ട് ചെയ്യുന്ന ആചാരമാണ്. അവരോട് നമുക്ക് അവരാചാരം നമ്മുടെ പള്ളിയിൽ വേണ്ട. അപ്പൊ അത് തള്ളിപ്പോയി. വേറൊരു കൂട്ടർ പറഞ്ഞു, എന്നാ വേണ്ട, ശംഖ് വിളിക്കുക, എന്നിട്ട് കുഴലൂത്ത്, എന്നാ ഒരു സമയത്താവുമ്പോ 5 വക്തിനും ഒരു കുഴലൂത്തുകയാണ്. അപ്പൊ വേറെ ആളുകൾ പറഞ്ഞു, അത് ശരിയില്ല. കാരണം എന്താ, യഹൂദികള് ഓല ആരാധനാലയത്തിന് പ്രാർത്ഥനക്ക് വേണ്ടിയിട്ട് ആളെ ക്ഷണിക്കാൻ കുഴലൂതലാണ്. അപ്പൊ വേറെ കുറച്ച് ആളുകൾ കൊണ്ട് എന്നാ വേണ്ട, ഒരു ഉയരമുള്ള സ്ഥലത്ത് ഒരു കൊടി നാട്ടുകാർ. ഈ 5 നേരത്തും ഉയരമുള്ള സ്ഥലത്ത് ഒരു കൊടി നാട്ടുകാർ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ആ അഭിപ്രായം തള്ളിപ്പോയി. കാരണം എന്താ, കൊടി നാട്ടുക എന്ന് പറയുകയാണെങ്കിൽ അത് കാഴ്ച എത്തിനോർത്തേക്കല്ലേ അത് കാണുള്ളൂ, അതിനെ കണ്ണിന് കാഴ്ചയുള്ളവർക്കല്ലേ അത് തിരിയുള്ളൂ. പിന്നെ പകൽ സമയത്തേക്കല്ലേ അത് പ്രയോഗികമാവുള്ളൂ, രാത്രി കാണുമോ? നാവ് വേണ്ട. അപ്പൊ അങ്ങനെ ആവും പോയി. എന്നാ വേറൊരാൾ പറഞ്ഞു, ഒരു കുന്നുമല് ഉയരമുള്ള ഒരു സ്ഥലത്ത് 5 നേരം തീ കത്തിക്കുക. എന്നാ എല്ലാവർക്കും 4 ഭാഗത്തൊന്നും കാണാലോ, രാത്രിയും കാണാം പകലും കാണാറ്. അപ്പോഴും ഉണ്ട് പ്രശ്നം. അന്ന് പറഞ്ഞു, ഒന്ന് അത് മജൂസിയുള്ള പരിപാടിയാ. ആരാധനക്ക് വേണ്ടി വേറെയുള്ള സ്ഥലത്ത് തീ കത്തിച്ച് കാണിക്കുക എന്ന് പറയുന്നത് മജൂസിയുള്ള പരിപാടിയാ. അത് ഞമ്മക്ക് പോലില്ല. അത് തന്നെയല്ല, കണ്ടു കാണാത്തവർക്ക് ഇപ്പൊ എങ്ങനെ അറിയാം? അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനൊരു അഭിപ്രായം പറയാറ്. എന്താണ്? ഒരാളെ നിശ്ചയിച്ചിട്ട് 5 നേരം ഉറക്കം വിളിച്ചറിയാ പള്ളിക്കന്ന്, എന്ത് നിസ്കരിക്കാൻ വരുവീന്ന്. അങ്ങനെയാണ് പറഞ്ഞാലോ? അത് തരക്കേടില്ല. അതിന് പറഞ്ഞ ഈ കുറവൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞ യഹൂദികളോടോ നസറാക്കളോടോ മജൂസികളോടോ അല്ലെങ്കിൽ പകല് കേൾക്കൂല, അന്തിക്ക് കേൾക്കൂല, കണ്ണു കാണാത്തവർക്ക് കേൾക്കൂല, ഇല്ലാത്തവർക്ക് അങ്ങൊന്നുമില്ലല്ലോ. എല്ലാ പ്രശ്നവും അങ്ങനെ ചർച്ച ചെയ്ത് അന്തിമമായ ഒരു തീരുമാനമാവാതെ പിരിഞ്ഞ അന്ന് രാത്രിയാണ് അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തത്? ഈ സ്വപ്നത്ത് കണ്ട്. അതാണ് മാഫി സുനനി അബീ ദാവൂദ. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സുനനിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്, അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ഖാല, മഹാനവർകൾ പറയാം, ലമ്മാ അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻ നാഖൂസി യുഅമലു. നബി തങ്ങൾ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാഖൂസ് എന്ന് പറഞ്ഞാൽ മണിയടിക്കുന്നതാണ്. ഒരു വലിയ പലക ഉണ്ടാവും, അതിന്മേൽ ചെറിയൊരു പലക കൊണ്ട് ഇങ്ങനെ അടിക്കുക. അത് ഒരു സൈസ് മണിയടി തന്നെ. കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ചർച്ച ചെയ്തു എന്നേ ഇപ്പൊ ഇതിന് അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. കാരണം നബി തങ്ങൾ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഹദീസിന്റെ വിശദാംശങ്ങളിൽ കാണാം. ബുഖാരി ഒക്കെ റിവായത്ത് ചെയ്തതിൽ അങ്ങനെ മണിയടിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോ നസറാക്കളെ സമ്പ്രദായമാണെന്നും അത് വെറുത്തുകൊണ്ട് അത് ഒഴിവാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് ചർച്ച ചെയ്ത ദിവസം അതിന് അർത്ഥം വെക്കേണ്ടതുള്ളൂ. ഇവിടെ അമറക്ക്
നിസ്കാരത്തിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ, ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുട്ടാനുള്ള നാക്കൂസ് ഉണ്ടാക്കാൻ കൽപ്പിക്കാൻ ചർച്ച ചെയ്ത സമയത്ത് ത്വാഫ ബി വ അനനായിമുൻ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ എന്നെ സമീപിച്ചു റജുലുൻ, ഒരാൾ. ത്വയ്ഫ് ത്വയ്ഫ് എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ കാണുന്ന രൂപത്തിനാ. എന്ന് പണ്ട് പറഞ്ഞില്ലേ, ത്വയ്ഫ് അഥവാ സ്വപ്നത്തിലുള്ള ആ രൂപം, സ്വപ്നം കാണുന്ന രൂപം. അതായത് സ്വപ്നത്തിൽ ഒരാള്, ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നത്തിൽ ഒരാള് എന്റെ അരികെ ഇങ്ങനെ പോകുന്നു ഞാൻ കാണുന്നു. യഹ്മിലു നാഖൂസൻ ഫിയദിഹി, അയാളുടെ കയ്യിൽ ഈ പറഞ്ഞേക്ക് ഒരു മണിയുണ്ട്, അടിക്കുന്ന ഒരു വലിയ പലകയും അതൊക്കെ ശരിയാക്കി ഉണ്ടാക്കി അതിനുമേൽ അടിക്കാനുള്ള വേറൊരു വടിയും ഒക്കെ ആയിട്ട്. അപ്പൊ അത് സ്വപ്നത്തിൽ കണ്ടപ്പോ കൊടുത്തു, ഞാൻ അയാളോട് ചോദിച്ചു, യാ അബ്ദുല്ലാ അത്തബിഉ നാഖൂസ, നിങ്ങൾ ഈ മണിയെ അടിക്കാൻ കൊണ്ടുപോകുന്ന സാധനം ഇത് വിൽക്കാനുള്ളതാണോ ചോദിച്ചു. ഫഖാല, അപ്പോ അദ്ദേഹം ചോദിച്ചു, ഒമാ തുസ്നബി, വിൽക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്താ അതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞു, നദ്ഉ ബിഹി ഇല സ്വലാത്തി, നിസ്കാരത്തിലേക്ക് അത് മുട്ടിയിട്ട് ആളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പൊ ആ സ്വപ്നത്തിൽ വന്ന അദ്ദേഹം പറയാണ്, അവലാ അദുല്ലുക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ, അലാമാവു ഹൈറു മിൻ ദാലിക, ഇങ്ങനെ നാക്കൂസ് മുട്ടിയിട്ട് ആളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ഹൈറായത് ഞാൻ അറിയിച്ചു തരട്ടെ ചോദിച്ചു. ഖുൽതു ലഹു ബല, അതെ, ഞങ്ങൾ പലതും ചർച്ച ചെയ്തെങ്കിൽ ഒരു തീരുമാനത്തിലെത്തിയില്ല. പിന്നെയും എവിടെയുള്ളത്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിസ്കാരത്തിലേക്ക് വിളിക്കാൻ ഒരാളെ നിയമിക്കുക എന്ന് പറയുന്ന അവിടെയുള്ളത്. അപ്പോ എന്നാ അങ്ങനെ അതിനെക്കാട്ടിൽ ഹൈറുണ്ടെങ്കിൽ പറഞ്ഞു തരികയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തഖൂലു, ഇങ്ങനെ പറയാജെ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇലാ ആഖിരിൽ അദാൻ, ബാങ്കിന്റെ അവസാനം വരെയുള്ള കെലിമത്തുകൾ അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. സുമസ്തഖറാനി വൈറബൈദീൻ, പിന്നീട് അദ്ദേഹം അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി, ദൂരം, അധിക ദൂരത്തല്ല, കുറച്ചാണ് പോയി. സുമഖാല, പിന്നെ അദ്ദേഹം പറഞ്ഞു, വതഖൂലു ഇദാ ഖുംത ഇല സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ രണ്ടാമത് പറയാ അല്ലാഹു അക്ബർ എന്ന്. ഇലാ ആഖിരിൽ ഇഖാമ, ഇഖാമത്തിന്റെ അവസാനം വരെയുള്ളത് അതും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ബാങ്കും ഇഖാമത്തും പറഞ്ഞു കൊടുത്തു സ്വപ്നത്തിൽ ഒരാൾ. അങ്ങനെ ഫലമാസ്ബഹത്തു, അന്ന് രാവിലെ സുബിയായപ്പോൾ, സുബി ഫജ്ർ വന്ന ഉടനെ അത്തീത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഞാൻ ചെന്നു. ഫഅഖ്ബർതുഹു, നബി തങ്ങളോട് ഞാൻ വിവരം പറഞ്ഞു. ബിമാ റഅയ്തു, ഞാൻ ഇങ്ങനെ ഇന്നലെ രാത്രി നിസ്കാരത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചാ മതി എന്ന് സ്വപ്നത്തിൽ പറയുന്നതായി ഞാൻ കേട്ടു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ലറുയാ ഹഖ്ഖിൻ, തീർച്ചയായും അത് സത്യമായ സ്വപ്നമാണ്. ഇൻഷാ അല്ലാഹ്, അത് ബർക്കത്തിന് വേണ്ടി പറഞ്ഞ ഇൻഷാ. ലറുയാ ഹഖ്ഖിൻ അതാ സബഖക ബിഹൽ വഹ്യു എന്നാണ് വേറെ റിവായത്തിലുള്ളത് കേട്ടാ. സബഖക ബിഹൽ വഹ്യു, ഈ ബാങ്കും ഇഖാമത്തും കൊണ്ട് നിങ്ങൾ സ്വപ്നത്തിലല്ലാണ്ട് അതിന്റെ മുമ്പ് എനിക്ക് അല്ലാഹു തആല വഹ്യ് തന്നിട്ടുണ്ട്. അപ്പോ സ്വപ്നം കൊണ്ടല്ല ഇപ്പൊ ബാങ്ക് സ്ഥിരപ്പെട്ടത്, അത് നല്ലോ മനസ്സിലാക്കുക. സ്വപ്നം കൊണ്ട് ഇസ്ലാമിൽ ഒരു ഹുക്കുമും സ്ഥിരപ്പെടുകയില്ല. എന്ത് സ്വപ്നം കണ്ടാലും സ്വപ്നം കൊണ്ട് പുതുതായിട്ട് ഒരു നിയമവും ഇസ്ലാമിൽ വരില്ല. എന്നാൽ അമ്പിയാക്കന്മാരുടെ സ്വപ്നമല്ല കേട്ടോ. അമ്പിയാക്കന്മാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് വഹ്യാണ്. അമ്പിയാക്കന്മാരല്ലാത്ത എത്ര വലിയ ഔലിയാക്കളായാലും സിദ്ദീഖീങ്ങളായാലും സ്വാലിഹീങ്ങളായാലും അവര് സ്വപ്നം കണ്ടുകൊണ്ടിട്ട് ഒരു ഇസ്ലാമിൽ ഒരു ഹുക്കുമ് വരൂല. സ്വപ്നം കൊണ്ട് തീരെ വരൂല എന്ന് പറഞ്ഞാൽ ഇനി പ്രശ്നം ഉണ്ടാക്കേണ്ട. അമ്പിയാക്കളെ സ്വപ്നം കൊണ്ട് വരും, അമ്പിയാക്കളുടെ സ്വപ്നം വഹ്യാണ്. അല്ലാത്ത മഹാന്മാരായ ആളുകളുടേതാണെങ്കിൽ പോലും അതുകൊണ്ടൊരു പുതിയ നിയമം, ഇസ്ലാമിൽ ഇല്ലാത്തൊരു നിയമം അതുകൊണ്ട് നിലവിൽ വരില്ല, അല്ലെങ്കിൽ നിലവിലുള്ളൊരു നിയമം അതുകൊണ്ട് മൻസൂഖാവുകയില്ല. അപ്പൊ പിന്നെ ഇവിടെ സ്വപ്നം പറഞ്ഞെന്താ, അത് ചരിത്ര സംഭവം പറഞ്ഞു എന്ന് മാത്രം. ബാങ്കും ഇഖാമത്തും സുന്നത്തായത് അതുകൊണ്ടൊന്നുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സബഖക ബിഹൽ വഹ്യു, നിങ്ങൾ വരുന്നതിന്റെ സ്വപ്നത്തിൽ കണ്ടത് വിവരം പറയുന്നതിന് മുമ്പ് തന്നെ വഹി മുഖേന അല്ലാഹു തആല എനിക്ക് ആ വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ആ നിയമം സ്ഥിരപ്പെട്ടത്. ഇനി അതല്ലെങ്കിൽ ഇന്നഹാ ലറുയാ ഹഖ്, അത് സത്യമായ സ്വപ്നമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആ നബി തങ്ങളുടെ കലാമ് കൊണ്ടിട്ടാണ് എന്ത് സ്ഥിരപ്പെട്ടത്, അത്
ബാങ്കും ഇഖാമത്തും ഇസ്ലാമിൽ മശ്റൂആണ് എന്ന ഹുക്മ സ്ഥിരപ്പെട്ടത്. അത് പണ്ട് ശൈത്താൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുത്തു നിയമം അത് തന്നെ. അത് പണ്ട് നമ്മൾ പറഞ്ഞാണ്. ശൈത്താൻ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിയമം വരുവോ? വരൂലല്ലോ. ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തുൽ കുർസി ഇഖ്ലാസോട് കൂടി ഓതിയാൽ അന്ന് രാത്രി പിശാചിന്റെ യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണല്ലോ നിയമവും. പക്ഷെ പറഞ്ഞു കൊടുത്താരാണ്? ഇബ്ലീസാണ്. പക്ഷെ ഇബ്ലീസ് പറഞ്ഞു കൊടുത്തുകൊണ്ടല്ല സുന്നത്തായത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ലഖദ് സദഖ വഇന്നഹു ലകദൂബ്. അവൻ തനി പൊള്ളനാണ്, കളവേ പറയൂ, പക്ഷേ ഇത് സത്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സത്യമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിയമം സ്ഥിരപ്പെടുന്നത്. എന്നതുപോലെ ഇന്നഹാല ഹഖ്, സത്യമായ സ്വപ്നമാണ്, അതുകൊണ്ട് വഹ്യ് മുൻകടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തസ്ദീഖ് കൊണ്ടാണ് ഹുക്മ് വരുന്നത്. അല്ലാതെ സ്വപ്നം കൊണ്ടിട്ട് ഒരു ഹുക്മ് സ്ഥിരപ്പെടുകയില്ല. അമ്പിയാക്കളുടെ ഒഴിച്ച്. അമ്പിയാക്കളുടെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറക്കാൻ വേണ്ടി സ്വപ്നത്തിലാണ് കണ്ടത്. എന്നിട്ടത് ഹുക്മായി സ്വീകരിച്ചുകൊണ്ട് മഹാനവറുകൾ അത് പ്രവർത്തിച്ചല്ലോ. അതിന്റെ കാരണം അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹ്യായിരിക്കും. ബാക്കിയുള്ളവർക്ക് ആ നിയമം ബാധകല്ല. എന്നിട്ട് പറയാ, അതുകൊണ്ട് ഫഖും ഖും മാ ബിലാൽ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആലയുടെ ഒപ്പം നീ ചെന്ന് നിൽക്ക്. എന്നിട്ട് ഫഅൽഖി അലൈഹി മാ റഅയ്ത, നിങ്ങൾ കണ്ട ആ സ്വപ്നത്തിലുള്ള ആ ബാങ്കിന്റെ വചനങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്ക്. ഫൽയുഅദ്ദിൻ ബിഹി, അദ്ദേഹം അതുകൊണ്ട് അറിയിക്കട്ടെ, വിളിച്ചറിയിക്കട്ടെ. കാരണം എന്താ? നിങ്ങൾ തന്നെയാണ് കൊടുത്താളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതേ സമയത്ത് അത് പറയാതെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കാൻ കാരണം ഫഇന്നഹു, ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അന്താ സൗത്തൻ മിൻക, നിങ്ങളെക്കാൾ ഉയർന്ന ശബ്ദവും സുന്ദരമായ ശബ്ദവുമുള്ള ആളാണ്. അന്തക്ക് രണ്ടർത്ഥം പറഞ്ഞത്. നല്ല ചൊറുക്കുള്ള ആകർഷകമായ ശബ്ദവും ആണ്, വലിയ ശബ്ദമാണ്. ഹബശി വർഗങ്ങളിൽപ്പെട്ട ആളാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു. നല്ല ശക്തി, ആരോഗ്യം ഉണ്ടാവും. അപ്പൊ നല്ല ഒച്ച, അതോടുകൂടി നല്ല ആകർഷകമായ ആരും കേട്ടിരുന്നു പോകുന്ന തരത്തിലുള്ള ശബ്ദം. അത് രണ്ടും ബാങ്കിന് സുന്നത്തുമാണ്. ഉയർന്ന ശബ്ദമുള്ളവനും നല്ല ആകർഷകമായ ശബ്ദമുള്ളവനും ആയിരിക്കുക ബാങ്ക് കൊടുക്കുന്നവൻ എന്നത് സുന്നത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ചൊല്ലി കൊടുക്കാൻ പറഞ്ഞു. ഫഖുംതു മാ ബിലാലിൻ, അങ്ങനെ ഞാൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കൂടെ നിന്നു. ഫജഅൽതു, ഞാനായി അൽഖി അലൈഹി, അദ്ദേഹത്തിന് പേര് ഇങ്ങനെ ചൊല്ലി കൊടുക്കാൻ തുടങ്ങി. ഫയുഅദ്ദിനു ബിഹി, അദ്ദേഹം അതുകൊണ്ടിട്ട് വിളംബരം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു വിളംബരം ചെയ്യുന്നു. ഫസമിഅ ദാലിക, അങ്ങനെ ഇത് കേട്ടു എന്ന് പറഞ്ഞ ഈ ഒച്ച കേട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഹുവ ഫീ ബൈത്തി, കേട്ടപ്പോൾ ഒരു വീട്ടിലാണ്. ഫഖറജ യജുറു രിദാഹു, തട്ടും വലിച്ചുകൊണ്ട് പുറപ്പെട്ടു. പറഞ്ഞാൽ വേഗം ധൃതിയായിട്ട് ഇറങ്ങിയതിനുള്ളൂ. ഇത്രയാ വാക്കിന്റെ അർത്ഥം. അല്ലാതെ തട്ടം വലിച്ചുകൊണ്ട് പോകുന്നല്ല, അതൊരു പ്രയോഗ. ധൃതി പിടിച്ച് അദ്ദേഹം പെട്ടെന്ന് പുറപ്പെട്ടു. വയഖൂലു, അദ്ദേഹം വന്നുകൊണ്ട് പറയാ, വല്ലദീ ബഅസക ബിൽ ഹഖ് യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലായിട്ടുള്ളവരെ, ഹക്കായ ദീനുമായിട്ട് തങ്ങളെ അയച്ച അള്ളയാണ് സത്യം. ലഖദ് റഅയ്തു മിസ്ല മാ റഅ, അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ട അതേ സ്വപ്നം ഞാനും കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലില്ലാഹിൽ ഹംദ്, ഒന്നും കൂടി ഒരു ഉറപ്പ് വന്നു, അല്ലാതൊന്നുമില്ല. തീര ചില റിവായത്തിൽ കാണാം, ഈ സംഗതിയെ സ്വപ്നത്തിൽ കണ്ടു. ബിറാത്താശറ സഹാബിയൻ, 10 ചില്ലാനം സഹാബാക്കൾ ആ ഒരൊറ്റ രാത്രി ഇതേ സംഗതി എന്തായി സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ ഈ പേരിന്റെ ഭാഗ്യം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കാണ് കിട്ടിയത്. ഇനി ഇതിപ്പം ബാങ്കിന്റെ മശ്റൂഇന്റെ അസ്ല് പറഞ്ഞു. ബാങ്ക് എന്തിനാണ് ഞാൻ അതിന്റെ നിയമങ്ങളൊക്കെ പറയാൻ പോകുന്നു. അതിന്റെ മുമ്പ് ഒരു കാര്യം ഉണർത്തുക. വഖദ് യുസന്നു, ചിലപ്പോൾ സുന്നത്താക്കപ്പെട്ടു വരും. അല്ലദാനു, ബാങ്ക് വിളിക്കൽ, ലിഗൈരി സ്വലാത്തി, നിസ്കാരമല്ലാത്ത കാര്യത്തിന് വേണ്ടിയും ബാങ്ക് വിളിക്കൽ സുന്നത്താക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതുപോലെ കമാഫി ഉദ്നിൽ മഹ്മൂമി, ഹമ്മ് ബാധിച്ച് വളരെ മുഷിപ്പോടുകൂടി എന്തോ ഒരു മൂഡ് ഔട്ട്,
ഒന്നും പറയാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഹമ്മ് ബാധിച്ചിരിക്കുന്നവന്റെ ചവിട്ടില് അല്ല അവന്റെ അടുത്ത് വെച്ചിട്ട് ബാങ്ക് വിളിക്കുക. കാരണം അത് എന്തോ പിശാചിന്റെ ദുസ്വാധീനം കൊണ്ടിട്ടാണ് ഈ ഹമ്മ് വരുന്നത്. അപ്പോ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പിശാച് ഓടിപ്പോവും, അപ്പൊ ഈ ഹമ്മ് നീങ്ങും. അങ്ങനെ വൽ മസ്റൂഇ, അതുപോലെ തന്നെ പിശാച് ബാധയേറ്റ് ബോധം കെട്ടു വീണോൻ അവിടെ നിന്ന് ബാങ്ക് കൊടുത്താൽ പിശാചിന്റെ ബാധ ഒഴിയാനും അതുപോലെ ബോധം തെളിയാനും സഹായകമാണ്. അതുകൊണ്ട് അവിടെയും ബാങ്ക് സുന്നത്തുണ്ട്. വൽ ഗൾബാനി, കോപം മൂർച്ഛിച്ചവൻ, വല്ലാതെ ദേഷ്യം കണ്ടാൽ തന്നെ തിരിയും, മണ്ണും മോറുമൊക്കെ കൊണ്ട് ചോന്നിട്ട് കഴുത്തിലെ ഞരമ്പൊക്കെ ഇങ്ങനെ എടുത്തുപിടിച്ച് എന്തോ ഒന്ന് ചെയ്യാമോ, അവിടുന്ന് ബാങ്ക് കൊടുത്താൽ അതും തന്നെ ശൈത്താന്റെ സ്വാധീനം ഉണ്ടാവും. ദേഷ്യം പിടിക്കുമ്പോ ഇന്ന ശൈത്താനിലെ ഇബ്നെ ആദം മജറദ്ദൻ എന്നാണ്, രക്തം നടക്കുന്നവർക്കൊക്കെ. അപ്പൊ ഈ ദേഷ്യം പിടിക്കുമ്പോൾ രക്തഓട്ടത്തിന് ശക്തി കൂടും, അപ്പൊ പിശാചിന്റെ സ്വാധീനം വർദ്ധിക്കും. അപ്പൊ അവിടെയും ബാങ്ക് വിളിക്കാം. പിന്നെ ഇൻസാനിയ ദുസ്വഭാവിയായ മനുഷ്യൻ, അതുപോലെ തന്നെ മൃഗം എന്നിവരുടെ, മൃഗം വോട്ട് കാട്ടുക എന്നൊക്കെ പറയും, അനുസരണക്കേട് കാട്ടുക, അങ്ങനത്തോടത്തൊക്കെ ബാങ്ക് സുന്നത്തുണ്ട്. എന്നല്ല വൈന്തൽ ഹരീഖി, വലിയ തീപിടുത്തം നടക്കുക. തീപിടുത്തം നടക്കുന്നോടത്ത് പിശാചിന്റെ വല്ലാത്ത സ്വാധീനം ഉണ്ടാവും. അവിടെ ബാങ്ക് വിളിച്ചാൽ അതിന് കെടുത്താൻ എളുപ്പം കിട്ടും എന്നർത്ഥം. ഇനി അതിന്റെ പുറമെ വായന്ത തഹവൂലിൽ ഗീലാനി, പിശാചിക്ക് പൊട്ടിച്ചെയ്ത്താൻ, പണ്ടങ്ങനെ പറയാം, പൊട്ടിച്ചെയ്ത്താന്റെ ഉപദ്രവം ഉണ്ടാകുന്ന സമയത്ത് ഐ തമറുദിൽ ജിന്നിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ഗീലാന് അറിയുന്നത്. അങ്ങനെയുള്ള ജിന്നുകളുടെ ഉപദ്രവം ശല്യം വരിക. പണ്ട് പറയാ പൊട്ടിച്ചൂട്ട് എന്നൊക്കെയാണ് ഞങ്ങളെ നാട്ടിൽ പറയാറില്ല. എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ ഇങ്ങനെ നടന്നു പോലാണല്ലോ, രാത്രി നടക്കുമ്പോൾ ചിലപ്പം ആണെങ്കിൽ പേരിന് ചൂട്ടുണ്ടായി, ഓലക്കൊടിയോട് കെട്ടിയിട്ടുള്ള ചൂട്ടുണ്ടാവും. അങ്ങനെ ആളും മനുഷ്യനും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പത്തേക്ക് തിങ്ങി വീടുകളൊന്നും ഒന്നില്ല. അങ്ങനെ ചില ബൈക്കിൽ എത്തുമ്പോ ബൈക്ക് അറിയാതെയാകുക. അപ്പൊ അപ്പുറത്തൊരു വെളിച്ചം കണ്ടു തോന്നും, അങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങേ പുറത്ത് വെളിച്ചം കണ്ടു തോന്നും, അവിടുന്ന് തിരിഞ്ഞാൽ അങ്ങേ പുറത്ത് വെളിച്ചം കണ്ടു തോന്നും. എവിടേക്കും നടക്കാൻ വയ്ക്കൂല. ആ വെളിച്ചം കണ്ടോടത്ത് അങ്ങോട്ട് പൊട്ടിച്ചൂട്ട് എന്നാണ് പറയാം. അങ്ങനെ അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ പരക്കെ ആളും മനുഷ്യനും ഇലക്ട്രിക് ലൈറ്റും ഒക്കെ ആയപ്പോഴേ അവരൊക്കെ കാട് കയറിപ്പോയി. ആ സമയത്തും ബാങ്ക് കൊടുക്കുക, കാരണം അത് പിശാചാണ് വഴിയെത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ബാങ്ക് കൊടുത്താല് അവന്റെ ശല്യത്തിന് സലാമത്തുണ്ടാവും. ഇതൊക്കെ ബാങ്ക് മാത്രം സുന്നത്തുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ യാത്രക്കാരന്റെ പിന്നിൽ ഇവിടെ പറഞ്ഞൊരാവുണ്ട്, ഒരു ഹലാലായ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ആ യാത്ര പുറപ്പെടുന്നവന്റെ ബേക്കിൽ നിന്നിട്ടും ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ഇനി വഹുവ, ഈ ബാങ്കും വല്യഖാമത്തും ഇഖാമത്തും രണ്ടും സുന്നത്താക്കപ്പെടും ഫി ഉദുനയിൽ മൗലൂദി, കുട്ടികളുടെ രണ്ട് ചവിട്ടില്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട്. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെയും പ്രസവിച്ച സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞുമക്കളുടെ ചെവിട്ടിൽ ബാങ്കും ഇഖാമത്തും കൊടുത്തു എന്ന് ഹദീസിലുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് കുട്ടികളുടെ ചെവിട്ടിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണ്. അതിന്റെ വിശദമായ ഭാഗം ഇനി ഹഖീഖത്തിന്റെ ബാബിൽ പറയും. ഏത് കുട്ടി ആണായാലും പെണ്ണായാലും വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും ബാങ്ക്, വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കുക. അതിന്റെ പുറമെ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന ആയത്ത് ഓതി കുട്ടിനെ മന്ത്രിക്കുക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ഓതി കുഞ്ഞിനെ മന്ത്രിക്കുക. അങ്ങനെ വന്നാൽ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നിട്ട് കാക്കപ്പെടുന്നതിന്റെ പുറമെ ആ കുട്ടി മരണം വരെ വ്യഭിചാരവുമായി ബന്ധപ്പെടുകയില്ല എന്നൊക്കെ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ വഹാബികള് പണ്ട് തന്നെ ഇഖാമത്ത് വെട്ടിക്കളഞ്ഞിരുന്നു. ബാങ്ക് മതി, ഇഖാമത്ത് വേണ്ട. കാരണം ദുന്യാവിൽ കുറെ കാലം ജീവിക്കണം എന്നുള്ള വ്യാമോഹമായിട്ടാണ് ഓര് വരുന്നതന്നെ. അപ്പൊ പിന്നെ ഇഖാമത്ത് കൊടുത്താൽ ഇനിയിപ്പോ മയ്യത്തേക്ക് ഇരിക്കാൻ സമയം വല്ലാതെ ഉണ്ടാവില്ലല്ലോ, ഇഖാമത്ത് പിന്നെ കൊടുക്കുക, അപ്പൊ ബാങ്ക് കൊടുത്താൽ മതി എന്ന് വെച്ചിന്. പക്ഷെ ജിന്നിന്റെ സ്വന്തം ആളാവുന്ന നമ്മളെ സക്കരിയ മൂപ്പം വന്നപ്പം പറഞ്ഞു, നിങ്ങൾക്ക് എന്താന്ന്
ദുന്യാവ് കുറെ ജീവിച്ചാൽ മാത്രം മതിയോ? നമുക്ക് ജിന്നും ചെയ്ത്താനും ഒക്കെ വേണ്ട സഹായത്തിന് ഒത്താശക്കും വേണ്ടേ? ഈ ചെറുപ്പത്തിൽ തന്നെ കുട്ടിന്റെ ചവിട്ടിക്ക് ബാങ്കും കാമത്തും കൊടുത്തുകാണ്ട് ഈ ചെയ്ത്താനോ ഒറ്റ നിങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ബാങ്കും കൊടുക്കണ്ടേ കാമത്തും കൊടുക്കണ്ട. എന്താ ആ മൂപ്പര് അതിന്റെ ആളാ, ജിന്നിന്റെ ആളാണ്. അപ്പൊ ജിന്നിനും ചെയ്ത്താനും ഈ കുട്ടികളെ മേലിൽ സ്വാധീനമാണെങ്കിൽ എന്ത് വേണം? പെറ്റ് പുറത്തിയാടി വരുമ്പോ ബാങ്കും കാമത്തൊന്നും കേൾക്കാൻ പാടില്ല. അപ്പം ആണെങ്കിൽ എന്താക്കിക്കോട്ടെ. പണ്ട് ഇപ്പം എനിക്ക് പാട്ട് പാടാൻ കിട്ടും. കരിമ്പിലാക്കര് പാടി ഹം തുമ്മിയക്ക് കമരേമേ തുടങ്ങിയിട്ടുള്ള പാട്ടുണ്ടല്ലോ, അതൊന്ന് പാടി കൊടുത്തോട്ടെ. എന്നാ ബാങ്കും ആവില്ല, കാമത്തും ആവില്ല, സക്കരിയാന്റെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അതാ നല്ലത്. അതൊന്നും ഇസ്ലാമല്ല ഹബീബന്മാരെ. ഓരോരുത്തന്റെ തൊള്ളയെ തോന്നും പോലെ പറയാന്നാ, മനസ്സിലായില്ലേ? ഇതിനൊന്നും അസുലും ഫസലും ഇല്ല. ഓരോരുത്തരും ഓന് തോന്നിയത് പറയാം. അതിന് ഞങ്ങളെ കീശിരി നാടൻ ഭാഷയിൽ പറയുന്ന വാക്കാണ് തൊള്ളയെ തോന്നിയത് പറയാന്ന്. അല്ലാതെ ഇനിയിപ്പൊ അതിന് ചോദിച്ചുകാണ്ട് തൊള്ളയെ തോന്നുവോ ഉസ്താദേ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. എന്ന് പറഞ്ഞാൽ തരിയും പാലുമില്ലാതെ മേപ്പട്ടും കീപ്പട്ടും ആലോചിക്കാതെ തോന്നിയത് പറയാതെ അതിനാ തൊള്ളയോ തോന്നിയത് പറയാതെ പറയുന്നതിന്റെ മായന. അതിനൊന്നും ഇസ്ലാം ദീനെന്ന് പറയില്ല, മനസ്സിലായില്ലേ? വാളെടുത്തോനൊക്കെ വെളിച്ചപ്പാടാ വഹാബി മതത്തില്. ആരാ വാളെടുത്തോ ഓനൊക്കെ വെളിച്ചപ്പാട്, ഓൻ പറയണൊക്കെ ദീന്. അങ്ങനെ അതൊന്നും ഇസ്ലാമല്ല. അതെ. ഇനി ഖൽഫൽ മുസാഫിരി, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ യാത്രക്കാരന്റെ പിന്നില് ബാങ്ക് കൊടുക്കുക. പക്ഷെ ഹറാമായ യാത്രക്ക് അത് ബാധകല്ല എന്നർത്ഥം. ഇനി ബാങ്കിന്റെ മസലകളൊന്നും പറഞ്ഞിട്ടില്ല, അതിലേക്ക് ഇനി കിടക്കാം. യുസന്നു, എന്നാൽ ഈ ബാങ്ക് വിളിക്കൽ സുന്നത്താക്കപ്പെടും. എന്ത്? ബാങ്ക് ഇഖാമത്തും അലിൽ കിഫായത്തി, ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് ആണെങ്കിൽ സുന്നത്ത് കിഫായത്ത് എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ബാങ്കും ഇഖാമത്തും കൊടുക്കുക. ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിലോ സുന്നത്ത് അയിനും തന്നെ. അപ്പൊ സുന്നത്ത് കിഫായത്തായിട്ടും വരും, സുന്നത്ത് അയിനായിട്ടും വരും. അങ്ങനെ ഒറ്റക്ക് സ്കരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സുന്നത്ത് അയിന്, ജമാഅത്തിന് വേണ്ടിയാണെങ്കിൽ സുന്നത്ത് കിഫായത്ത്. അപ്പോ സുന്നത്ത് കിഫായത്താന്ന് പറഞ്ഞാൽ വാസുരു ബിഫീലിൽ ബാളി, കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും കുറച്ചാള് ചെയ്താൽ ബാക്കിയുള്ളവരുടെ സുന്നത്ത് തേട്ടമായി വായിക്കിട്ടും. അത് എല്ലാ ഫർദ് കിഫായ പോലെ തന്നെ സുന്നത്ത് കിഫായത്തിന്റെ അവസ്ഥ. ഒരു സംഘത്തിൽപ്പെട്ട എല്ലാവരോടും കൽപ്പന ഉണ്ട്, പക്ഷെ അതിൽപ്പെട്ട ഒരാളെങ്കിലും ചെയ്താൽ ബാക്കിയുള്ളവരുടെ കടമ്പ് ഇടും. ആ അർത്ഥത്തിനാണ് സുന്നത്ത് കിഫായത്താണ് എന്ന് പറഞ്ഞത്. അതിപ്പോ ഒറ്റക്ക് സ്കരിക്കുന്നവനെ സംബന്ധിച്ച് അല്ല. ഒറ്റക്ക് സ്കരിക്കുന്നവൻ അവൻ സുന്നത്ത് അയിനായിട്ട് തന്നെ ചെയ്യണം. എന്ത് സുന്നത്താക്കപ്പെടും? അദാനും വഇഖാമത്തുൻ, ബാങ്കും ഇഖാമത്തും രണ്ടും സുന്നത്താക്കപ്പെടും. എന്തുകൊണ്ട്? ഖബരി സ്വഹീഹൈനി, ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഇദാ ഹദറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും. വലിയ ഹദീസിന്റെ ഒരു കഷ്ണം പറഞ്ഞ, കാരണം അങ്ങനെയാണ് ഹദീസ് ഇമാമിങ്ങൾ ഫുഖഹാവൊക്കെ പറയാ. എന്ന് പറഞ്ഞാൽ വലിയ ഹദീസ് ഇക്കാരം. ആ ഹദീസിന് തൽക്കാലം തെളിവുദ്ധരിക്കേണ്ട ഭാഗം മാത്രം മുറിച്ചെടുത്ത് പറയുന്ന ശൈലി അതാ. നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചു കഴിഞ്ഞാൽ, അത് മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു തആല അൻഹു പറയാ, അതൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നഫരി മിൻ ഖൗമി, ഞാൻ എന്റെ കുടുംബത്തിൽപ്പെട്ട, അതായത് ഞങ്ങളെ കബീലയിൽപ്പെട്ട ഏതാനും ആളുകളോടൊന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്നു. ഫഖംനാ ഇൻദഹു 20 ലൈല, ഇസ്ലാമിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി 20 ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ ഉൾപ്പെടുന്ന ഈ സംഘം താമസിച്ചു. വകാന റഹീമൻ റഫീഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സ്നേഹവും വളരെ കാരുണ്യവും ഒക്കെ ഉള്ള ആളാ. ഫലമ്മാ റഅ ശൗഖനാ ഇലാ അഹ്ലിനാ, 20 ദിവസമായപ്പോക്ക് കുടുംബത്തേക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് പൂതിയായിരുന്നു എന്ന് നബി തങ്ങൾക്ക് മനസ്സിലായി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത്യാവശ്യപ്പെട്ട ഇസ്ലാമിന്റെ പ്രധാന കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇർജിഉ, ഇനി നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. ഫകൂനൂ ഫീഹിം, എന്നിട്ട് നിങ്ങൾ കുടുംബത്തിൽ നിങ്ങളെ നാട്ടിൽ പോയി താമസിച്ചോളൂ. വഅല്ലിമുഹും, നിങ്ങൾ പറഞ്ഞ് പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താളി. വസല്ലു, നിസ്കരിക്കുകയൊക്കെ ചെയ്തോളൂ നിങ്ങൾ ഒന്നിച്ച്. എന്നിട്ട് പറയാം, ഇതാ ഹദറത്തു സ്വലാത്തു, അതിന്റെ ബാക്കിയാണ് ഞാൻ ഇത്. ഇതാ ഹദറത്തു സ്വലാത്തു, നിസ്കരിക്കാൻ സമയം വഖത്തായി കഴിഞ്ഞാൽ ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും, നിങ്ങളുടെ ജമാഅത്തിന് വേണ്ടി കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ബാങ്ക് വിളിച്ചു കൊള്ളണം. വലിയ ഉമ്മക്കും അക്ബർക്കും, നിങ്ങളിൽ കൂടുതൽ മുതിർന്ന ആളുകാരാണോ അവൻ ഇമാമ് നിൽക്കട്ടെ. എന്താ അങ്ങനെ പറയാൻ കാരണം?
ഇവരെല്ലാരും ഒരേ നിലക്കാണ് 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് ഇൽമു പഠിച്ചത്. അപ്പൊ ഇസ്ലാമായത്, ഹിജ്റ വന്നത്, അതുപോലെ തന്നെ ഇൽമു പഠിച്ചതിലൊക്കെ തുല്യ. അപ്പൊ അതൊക്കെ തുല്യാണെങ്കിൽ പിന്നെ കൂട്ടത്തിൽ മുതിർന്ന ആള് ഇമാമെന്നോട്ടെ. അതാ ഹദീസ്. ആ സുന്നത്താന്ന് പറയാൻ കാരണം എന്താ? വലിയ എന്ന് പറഞ്ഞാൽ അമ്രല്ലേ, അമ്ര ഉജൂബിനാകണ്ടേ എന്ന് വരും. അത് മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉജൂബില്ല, സുന്നത്താണ് എന്ന്. എന്നാൽ ഫർദ് കിഫായി ആണ് എന്നുള്ളൊരു കൗലുണ്ട്. ആ കൗലിന് ഈ ഹദീസിന്റെ വായർ ദലീലാണ്. അപ്പൊ ഫല്യുഅദ്ദിൻ ആർക്ക് വേണ്ടിയിട്ടാണ് അദാനും ഇഖാമത്തും സുന്നത്താക്കപ്പെടുക? പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ നിസ്കാരത്തിന് ബാങ്ക് സുന്നത്തില്ല എന്നർത്ഥം. പുരുഷന്മാർക്കാണ് ബാങ്കും ഇഖാമത്തും സുന്നത്ത്. പുരുഷന്മാര് പറഞ്ഞാൽ അവലോ സബിയൻ, കുട്ടിയാണ്, വകത്തിന് വ്യക്തിയ 7 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിലും ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. മുൻഫരിദൻ, ഒറ്റക്കാണെങ്കിൽ ആ ഒറ്റക്കായ നിരക്ക് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്കും ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. വൈൻ സമയ അദാനൻ മിൻ ഗൈരിഹി, മറ്റൊരാളുടെ ബാങ്ക് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ കേട്ട ബാങ്ക് കൊടുത്തോടത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ ആ ജമാഅത്തിൽ പങ്കെടുക്കുകയും ചെയ്താൽ വേറെ ബാങ്ക് വേണ്ട. ഒരു പക്ഷേ ആ ജമാഅത്തിന് പോകാൻ ഉദ്ദേശം ഇല്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ സംഗതി വശാൽ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, എന്നാൽ രണ്ടാമത് ബാങ്ക് സുന്നത്ത് തന്നെ. ഇവിടെ നല്ലോണം മനസ്സിലാക്കുക. ഇവിടെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. പള്ളിക്കെന്ന് ബാങ്ക് കേട്ടാ പിന്നെ പള്ളിക്ക് പോയാ ഓക്കെ, പള്ളിക്ക് പോകാതെ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലും പിന്നെ ഇഖാമത്ത് കൊടുത്തു കണ്ടാണ് നിസ്കരിക്കണതാണ്. അത് ശരിയല്ല. ബാങ്ക് കൊടുക്കുക സുന്നത്തോൽക്ക് കിട്ടൂല. ബാങ്ക് കേട്ടാൽ പിന്നെ ബാങ്ക് സുന്നത്തില്ല ആയിരിക്കാം. ഈ ബാങ്ക് കേട്ടപ്പോൾ ആ ജമാഅത്തിന് പോകണം എന്ന് ഉദ്ദേശിക്കുകയും ആ ജമാഅത്തിൽ പങ്കെടുക്കുകയും ചെയ്ത ആളുകൾക്കാണ് എന്ത് വേണ്ടാന്ന് പറഞ്ഞത്, പിന്നെ ബാങ്ക് വേണ്ട പറഞ്ഞത്. ഒരു പക്ഷേ ആദ്യം തന്നെ ആ ജമാഅത്തിന് പോകാൻ ഉദ്ദേശമില്ല, കാരണം നമ്മൾ വെറുതെ ജമാഅത്തായിട്ട് നിസ്കരിക്കാനാ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ പള്ളിയൊക്കെ ജമാഅത്തിന് പോകാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ സംഗതി വശാൽ പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ചെന്നപ്പോക്ക് ആ ജമാഅത്ത് കഴിഞ്ഞു, എന്നാൽ സുന്നത്തുണ്ട്. അനിൽ മുഅ്തമദി കണ്ടോ, മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് ഖിലാഫൻ ലിമാ ഫീ ശർഹി മുസ്ലിമിൻ, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ശറഹ് മുസ്ലിമിൽ പറഞ്ഞതിനെതിരുണ്ട്. മനസ്സിലായേ? അതെന്നെ അവപ്പൊക്കെ ആദായല്ല. ഇനിയിപ്പോ ഇമാമിങ്ങളുടെ പണിയും പോവും, ആകെ എന്റെ പണി ബാക്കി ഉണ്ടാവുള്ളൂ. വാതിൽ തുറക്കുക, അടക്കുക, മുസല്ല വിരിക്കുക, അതൊന്ന് ക്ലീൻ ചെയ്യുക, ആ പണിയേ ഉണ്ടാവുള്ളൂ. ഇനി കുറച്ച് ചെയ്യുമ്പോ ഇപ്പം വല്ലാക്കാന്റെ പണി കഴിഞ്ഞു, ഇനി നാളെ മോല്യാന്റെ പണിയും പോവും. കാരണം എന്താ, ഈ പണി അവിടെയും പറ്റൂലേ. എല്ലാവരും മെഹ്റാബില് ഒരു സ്ക്രീൻ വെക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു സെൻട്രൽ മസ്ജിദിൽ ഇമാമായിട്ട് ഒരാൾ നിസ്കരിക്കുക. അപ്പൊ അയാളെ ശബ്ദം കേൾക്കുകയും ചെയ്യും, അയാളെ ടെലിവിഷൻ മുഖേന അയാളവിടെ കാണുകയും ചെയ്യാം. അപ്പൊ പള്ളി മെഹ്റാബ് കാലി, അവിടെ ഒരു ടെലിവിഷന്റെ സ്ക്രീൻ മാത്രം. എന്നിട്ട് ഇങ്ങനെ എന്താക്കുക, സെൻട്രൽ മസ്ജിദിൽ നിന്ന് ഇമാം ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഇവിടെ എല്ലാവരും കൂടി അല്ലാഹു അക്ബർ അറിയാം. സമി അല്ലാഹു ലിമൻ ഹമിദ അറിയുമ്പോ ബടിയൊക്കെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാം. മൂപ്പര് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അറിയുമ്പോ ബടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അറിയാം. അവിടേക്ക് എത്തും. ദുന്യാവേ ഇതൊന്നും ഒരു തലിയും പാലും ഇല്ലാത്ത പോക്കാം. അത് മനസ്സിലാക്കിയാൽ മതി. ഇസ്ലാം ശരീഅത്തിൽ ഇങ്ങളാ ചെയ്യുന്നതിന് യാതൊരു തെളിവുമില്ല. തോന്നിവാസാണത്. തനി തോന്നിവാസം. ഏതോ ഒരു പള്ളിക്കല് ഏതോ ഒരു ലോകത്തുനിന്ന് ബാങ്ക് കൊടുക്കുക, ബാക്കിയുള്ളവർക്കൊക്കെ അത് റിലേ ചെയ്യുക, പിന്നെ ഇഖാമത്ത് കൊടുത്തുകൊണ്ട് നിസ്കരിക്കാം. ഫർദ് കിഫായ ആണ് എന്നുള്ള നിരക്കാണെങ്കിൽ ബാളെടുത്ത് യുദ്ധം ചെയ്യണം ഞങ്ങളോട്. അവിടെ പ്രശ്നം. ഫർദ് കിഫായ ആണ് എന്നുള്ള കൗലുണ്ട്, അതനുസരിച്ച് യുദ്ധം ചെയ്യപ്പെടേണ്ടി വരും. അത്രയും ഗൗരവമാണ് വിഷയം. അപ്പൊ അതിന് പതുക്കെ വാങ്ങ് കൊടുത്താളേണ്ടി, പള്ളിക്കെന്തേ ശരിയേ പതുക്കെ വാങ്ങ് കൊടുത്താളേണ്ടി. വാങ്ങ് കൊടുത്തുകാണ്ട് ഒരാളെന്നെങ്കിലും കേൾക്കാവുന്ന നിലക്ക് കൊടുത്താൽ മതി. എന്നിട്ട് ഈ കാമത്തും കൊടുക്കുക, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും.
ഷിആർ വാഹിറത്തിൽപ്പെട്ടതാണെന്ന സുന്നത്താണെന്നുള്ള ഖൗല് പ്രകാരം പോലും ഒരു പ്രദേശത്തുകാർ ബാങ്ക് ഉപേക്ഷിച്ചാൽ അവരോട് യുദ്ധം ചെയ്യണം എന്നാ നിയമം. യുദ്ധം ചെയ്യാറിഞ്ഞാൽ LDF പോയി കാണ്ട് യുദ്ധം ചെയ്യാന്നല്ല കേട്ടോ, ഒരു മുസ്ലിം ഗവൺമെന്റ് യുദ്ധം ചെയ്യണമെന്ന്. അതെ, അവിടെ ഇട്ടുകൊള്ളൂ. എവിടുന്ന് ഐറ്റങ്ങൾക്ക് കിട്ടിയ അള്ളാഹു റസൂലുള്ളാഹി അബൂദാബിയിലുള്ളതായാലും എവിടെയായാലും അതൊരു മുസ്ലിം രാജ്യത്തിന് യോജിച്ചതല്ല. ആരാഴ്ചങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച സാധുക്കൾ ഐറ്റങ്ങൾ ഈ ശുദ്ധഗതിക്കാരാണ്. ഐറ്റങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ ഏതോ മുസ്ലിങ്ങൾക്ക്. ആട്ടെ, അള്ളാഹുത്തല കാക്കട്ടെ. അപ്പോ ശറഹ് മുസ്ലിമിൽ പറയുന്നത് എന്താണ്? ശറഹ് മുസ്ലിമിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇദാ സമിഅ അദാനൽ ജമാഅത്തി, ഒരാള് ജമാഅത്തിന് ബാങ്ക് കൊടുക്കുന്ന പള്ളിക്കുന്നുള്ള ബാങ്ക് കേട്ടാൽ ലാ യുശ്റഉ ലഹുൽ അദാനു, അവര് പിന്നെ ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ ജമാഅത്തിൽ പോവുകയാണെങ്കിലോ അവര് വേറെ ബാങ്കില്ല എന്ന അർത്ഥം വെക്കാവുന്ന ഒരു ഇബാറത്താണ്. പക്ഷെ അങ്ങനെയൊന്നും അതിന് അർത്ഥം വെച്ചോളണമെന്നില്ല. ബാക്കി കിതാബിലൊക്കെ പറഞ്ഞതിനോട് യോജിക്കുന്ന നിലക്ക് ശറഹ് മുസ്ലിമിന്റെ ആ ഇബാറത്തിന് അർത്ഥം വെക്കാം ഒരു കൈതോടുകൂടി. എങ്ങനെ വെക്കുക? ഇദാ സമിഅൽ അദാന, ഇദാ സമിഅ ഒരാള് കേട്ടാൽ അദാനൽ ജമാഅത്തി, ജമാഅത്തിന്റെ ബാങ്ക് കേട്ടാൽ, എന്നിട്ടോ ആ ജമാഅത്തിൽ പോകാൻ അവൻ ഉദ്ദേശിക്കുകയും ആ ജമാഅത്ത് അവൻ പങ്കെടുത്ത് നിസ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലാ യുശ്റഉ ലഹുൽ അദാനു, അവന് ബാങ്ക് സുന്നത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ ജമാഅത്തിന്റെ ബാങ്ക് കേൾക്കുകയും ആ കേൾക്കുമ്പോൾ തന്നെ അതിൽ പങ്കെടുക്കണമെന്ന് ഉദ്ദേശിക്കുകയും അങ്ങനെ അതിൽ പങ്കെടുത്ത് നിസ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാങ്ക് സുന്നത്തില്ല. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പക്ഷെ ബാങ്ക് കേൾക്കുമ്പോ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതല്ലെങ്കിൽ സംഗതി ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷേ സംഗതി വശാൽ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ അവന് സാധിച്ചു വന്നില്ല. ഈ സാഹചര്യത്തിൽ അവന് രണ്ടാമത് ബാങ്ക് സുന്നത്തുണ്ട് എന്ന് പറയുന്നതിന് ശറഹ് മുസ്ലിം എതിരല്ല. അതാ, ബാങ്ക് കേട്ടാലും ഒറ്റക്ക് സ്കരിക്കുന്നവന് വേറെ ബാങ്ക് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ, അവിടെ ഒരു വിശദീകരണം. പക്ഷേ അദാനൽ ജമാഅത്തി, ജമാഅത്തിന് വേണ്ടി പള്ളിക്കെന്നുള്ള ബാങ്ക് ഒരാൾ കേട്ടു, വ അറാദ സ്വലാത്ത മാഹും, ആ പള്ളിക്കൽ നടക്കുന്ന ജമാഅത്തിന്റെ കൂട്ടത്തിൽ പോയി നിസ്കരിക്കാൻ അയാൾ ഉദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ലം യുസന്ന ലഹു, അവന് പിന്നെ രണ്ടാമത് സുന്നത്തിൽ എപ്പോ ആ ജമാഅത്തിൽ പോയി നിസ്കരിച്ചാൽ ഇല്ല, ഓന് ഉദ്ദേശം ഉണ്ടായിന്, പക്ഷെ സംഗതി വശാൽ പോയില്ല, അല്ലെങ്കിൽ പോയപ്പോത്തും ജമാഅത്ത് കഴിഞ്ഞാലോ അവിടെ സുന്നത്തുണ്ട് താനും. അപ്പൊ എന്തായി പറഞ്ഞ്? ബാങ്കും ഇഖാമത്തും സുന്നത്ത് കിഫായത്താണ്. ഏതിനല്ലി മക്തൂബത്തിന് 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങൾക്ക്. അല്ലെങ്കിൽ ഇപ്പൊ സ്വന്തം നമ്മളെ സമസ്തയൊക്കെ ചാനൽ തുടങ്ങിയപ്പോ പള്ളിയിൽ നിർബന്ധമായിട്ടും മദ്രസയിൽ സുന്നത്തായിട്ടും കമ്പ്യൂട്ടർ വെക്കണ്ടേ ആരൂരെ? എന്താ ഈ കീച്ചിരി? കീച്ചിരിക്ക് അതൊന്നും ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. കീച്ചിരി പറയണേ എല്ലാ സ്ഥലത്തും മഹല്ല് നിവാസികൾ പള്ളി സ്ക്രീനിൽ നിസ്കരിക്കേണ്ടി വരുമെന്ന്. അതിപ്പോ ഉറപ്പല്ലേ? ഇനി അതല്ലെങ്കിൽ തന്നെ എല്ലാ പള്ളിന്റെ മെഹ്റാബുകളും എല്ലാ മദ്രസന്റെയും പ്രധാന ഭാഗത്തും പള്ളിയിൽ വെക്കൽ വുജൂബും മദ്രസയിൽ വെക്കൽ സുന്നത്തുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സമസ്തന്നെ ഔദ്യോഗികമായിട്ട് ഇപ്പൊ ചാനൽ തുടങ്ങിയില്ലേ, പിന്നെ ഈ സമസ്തന്റെ ചാനൽ ഇനി ആരാ വെക്കുക? പണ്ട് ഖാദിയാനികൾ ചാനൽ തുടങ്ങിയപ്പോഴാണല്ലോ പത്തപിരിയത്തൊക്കെ പോയി നോക്കിയാൽ കാണാം, നമ്മളെ നാട്ടിൽ ആദ്യമായിട്ട് ആന്റിന വെച്ച് കണ്ടത് പത്തപ്പിരിയത്തെ ഖാദിയാനി പള്ളിയിലാണ്. മനസ്സിലായില്ലേ? പത്തപ്പിരിയത്തെ ഖാദിയാനി പള്ളിയിലാണ് ടെലിവിഷന്റെ ആന്റിന, വലിയ മറ്റേ ആ തൊപ്പിക്കോട ആന്റിന അത് വെച്ചത്. എന്താ? ഓൽക്ക് ലണ്ടനെ കേന്ദ്രമാക്കിയിട്ട് അവരുടെ അമീറുൽ മോമിനീൻ എന്ന് പറയുന്ന ഓല ഖലീഫ ഉണ്ടാവും. ആ ഖലീഫന്റെ പ്രഭാഷണങ്ങളും കൽപ്പനകളും ആജ്ഞകളും ഒക്കെ പള്ളികളിൽ കൂടുന്ന ഖാദിയാനി വിശ്വാസികൾ അപ്പോൾ അറിയാനും മനസ്സിലാക്കാനും വേണ്ടി പള്ളി മെഹ്റാബിൽ തന്നെ ടെലിവിഷൻ വെക്കുകയും അതിന്റെ വലിയ തൊപ്പിക്കൊട ആന്റിന പള്ളിന്റെ മുകളിൽ വെക്കുകയും ചെയ്തത് ആദ്യമായിട്ട് ഖാദിയാനികളാണ്. അല്ലെങ്കിലും ഖാദിയാനികളോട് വാദപ്രതിവാദത്തിന് പോകല്ലോ. മുബാഹലക്ക് പോയ കൂട്ടര് ഇപ്പൊ ഓരും തന്നെ
ആ വഴിയിലാണ് ഉള്ളത്. കാരണം എന്താ കർശനയൊക്കെ പറഞ്ഞിട്ട് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇനി പള്ളിക്കൽ വെച്ചോട്ടെ, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞപ്പോ ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ആയിക്കോട്ടെ ഞാനത് വിട്ടു, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ. ഒക്കെ ഇപ്പൊ കീശീരി ഉണ്ടാക്കിയാട്ടോ, ഞാൻ അതിന്റെ ആളല്ല. ആദ്യം പറഞ്ഞുതരാം. ഈ കീശീരി ആവശ്യമില്ലാതെ ഓരോരെ ഈ ദർശകണ്ടേ ഇതിനോട് കാര്യമില്ലാതെ വർത്താനം പറയിപ്പിക്കുക. കീശീരി അടങ്ങി കുത്തിരുന്ന അവിടെ, അല്ലെങ്കിൽ എന്നെ ബാക്കിയുള്ള പോലെ കെട്ടിടുന്നതൊക്കെ എന്നെയും പിടിച്ച് കെട്ടിടും. ആദ്യം പറഞ്ഞുതരാം. ആവശ്യമില്ലാത്തതിൽ ഓരോന്നേ. ആരൂരിന് പേടിയാണ്. ആരൂര് അങ്ങനെയൊന്നും മനസ്സിലുണ്ടെങ്കിൽ തന്നെ അടിക്കൂല. അടിച്ചാൽ കരഞ്ഞ് എന്താണ് ഇപ്പൊ ഇയാള് പറയാന്ന് പേടിച്ചിട്ട്. കീശീരിക്ക് പിന്നെ അങ്ങനത്തെ പേടിയൊന്നുമില്ല. കജ്ജെത്തൂലല്ലോ എന്നുള്ളൊരു ധൈര്യം വെച്ചിട്ട് ഇങ്ങനെ ചിലപ്പം ചില രസത്തിന് വേണ്ടിയിട്ട് ചില ടെസ്റ്റൊക്കെ ഇങ്ങനെ അടിക്കുക. അപ്പോ ഫർദ് 5 വക്ത് ഫർദ് നിസ്കാരങ്ങൾക്കാണ് ബാങ്ക് സുന്നത്താക്കപ്പെടുന്നത്. വലു ഫായിത്തൻ, അത് ഖളാ ആയതാണെങ്കിലും ശരിയാണ്. എന്നുവെച്ചാൽ ഖളാ വീട്ടുന്ന നിസ്കാരത്താണെങ്കിലും ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട്. ദൂനവൈരിഹ, എന്നാൽ ഈ 5 വക്ത് ഫർദ് നിസ്കാരങ്ങളല്ലാതെ മറ്റുള്ളവക്കൊന്നും ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല. ഏതുപോലെയൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ, ജമാഅത്ത് സുന്നത്തുള്ളപ്പോ തറാവീഹ്, റമളാൻ മാസത്തിലെ വിത്ർ, അതുപോലെ പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മയ തേടുന്ന നിസ്കാരം തുടങ്ങിയ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ആ സുന്നത്ത് നിസ്കാരങ്ങള് അതിലെന്തില്ല, ബാങ്ക് സുന്നത്തില്ല. വസ്വലാത്തിൽ ജനാസത്തി, മയ്യത്ത് നിസ്കാരം ഫർദ് തന്നെയാണല്ലോ, എന്നാലും മക്തൂബത്ത് എന്ന് പറഞ്ഞ 5 വക്ത് ഫർദ് പെട്ടതല്ല, അതുകൊണ്ട് അതിനും ബാങ്കില്ല. വൽ മൻദൂറത്തി, നേർച്ചയാക്കപ്പെട്ട ഫർദ്. ഒരാൾ ദുഹാസ്കരിക്കാൻ നേർച്ചയാക്കി, അപ്പൊ ഫർദാവല്ലോ. അല്ലെങ്കിൽ ഒരാൾ വിത്രിസ്കരിക്കാൻ നേർച്ചയാക്കി, എന്നാൽ ഫർദാവല്ലോ. ഈ ഫർദായ നിസ്കാരത്തിനും എന്തില്ല, ബാങ്കും ഇഖാമത്തുമില്ല. കാരണം അത് മക്തൂബത്ത് എന്ന് പറയുന്നതിൽ പെടൂലാന്ന്. അതാണ് കാരണം. ഇനി ബാങ്കും ഇഖാമത്തും രണ്ടും സുന്നത്താണ് ഫർദ് നിസ്കാരങ്ങൾക്ക്. അത് അദാ ആണെങ്കിലും ഖളാ ആണെങ്കിലും രണ്ടിനും ഫർളാണ്. അല്ല, രണ്ടും സുന്നത്താണ്, ഫർളാന്നല്ല തയ്ച്ചതാ. അദാ ആയ ഫർദ് നിസ്കാരത്തിനാണെങ്കിലും ഖളാ വീട്ടുന്ന ഫർദ് നിസ്കാരത്തിനാണെങ്കിലും ബാങ്കും ഇഖാമത്തും സുന്നത്താ. ശാഫി ഇമാമിന് ഒരു ഖൗലുണ്ട്, അദായിനെ സുന്നത്തുള്ളൂ, ഖളാ വീട്ടുന്നതിന് സുന്നത്തില്ല. അത് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്ക് വിളിക്കുന്നത്. അവിടെ എന്തിനു വേണ്ടിയാണ് ബാങ്ക് വിളിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് 2 അഭിപ്രായം. ഒരു അഭിപ്രായത്തില് സമയമായി എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതടിസ്ഥാനത്തിൽ ഖളായ നിസ്കാരത്തിന് ഇഖാമത്ത് ബാങ്ക് വേണ്ട, ബാങ്ക് ഇഖാമത്ത് വേണ്ട, കാരണം സമയമായി എന്ന് അറിയിക്കണില്ലല്ലോ, സമയം ഖളായി പോയില്ലേ. അല്ല, നിസ്കരിക്കാൻ പോകുന്നു, നിസ്കാരത്തിന് സമയം പ്രവേശിക്കുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാ ആണെങ്കിലും ഖളാ ആണെങ്കിലും നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം അറിയിക്കുക എന്നുള്ള എനിക്ക് എന്താണ്, സുന്നത്താണ്. ഈ രണ്ടാമത് പറഞ്ഞതാണ് മദ്ഹബിൽ മുഅ്തമദ്. അതനുസരിച്ച് ഇമാം ഷാഫി തങ്ങളുടെ 2 ഖൗല് വഖ്ത് അറിയിക്കാനാണ് എന്ന ഖൗല് എടുത്തുകൊണ്ട് അപ്പോ അതായിന് മതി, ഖളായിന് വേണ്ടാന്ന് വരും. അല്ല, നിസ്കാരത്തിന്റെ സമയം നിസ്കാരത്തിൽ പ്രവേശിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അറിയിപ്പാണ് എന്ന് വന്നാൽ അതായിനും വേണം, ഖളായിനും വേണം. അതാണ് മുഅ്തമദ്. ഇനി വേറെ വിഷയം പറയുന്നത്, ബാങ്കും ഇഖാമത്തും രണ്ടും സുന്നത്തുണ്ട്, എന്നാൽ രണ്ടാലും ഒന്നാണെങ്കിൽ കൊടുക്കുകയാണെങ്കിലോ ആ പറയുന്നു. വലവിഖ്തസറ, ഒരാള് ചുരുക്കിയാല്, എന്തിന്റെ മേൽ ചുരുക്കി? കേൾക്കണില്ല ആരൂരെ? ആരൂരെ ടെസ്റ്റുകൾ വരുന്ന കാണാത്തോണ്ട് ചോദിക്ക്. ഇടക്ക് ഇവിടെ ഒരു ഈ കട്ട് വരുന്നേക്കുള്ള ചെറിയൊരു സംശയം പോലെ കട്ട് വരുന്നൊരു കോലം കണ്ടു, അതുകൊണ്ടാണ് ഞാൻ എന്നോട് പ്രത്യേകം ചോദിച്ചത്. കട്ടൊന്നും ഇല്ലായിരിക്കും. വലവിഖ്തസറലാദീമ, സമയത്തിന്റെ അസൗകര്യം കൊണ്ടോ ഇവന് എന്തെങ്കിലും അസൗകര്യമുള്ളത് കൊണ്ടോ രണ്ടാൽ ഒന്നിന്റെ മേൽ ചുരുക്കുക. എന്നാലും ബാങ്കും ഇഖാമത്തും കൂടി കൊടുക്കുന്നില്ല, കാരണം അതിന് സമയം കുറവാ. അതല്ലെങ്കിൽ ഇവന് കുറച്ച് ധൃതിയുണ്ട്. അങ്ങനെ 2-1 മേൽ ചുരുക്കാൻ
അങ്ങനെ പറയും. എന്തോന്ന് സംഭവിച്ചിരുന്നുള്ള ഉറപ്പാ. ആര്യരാജ് ബൗൺസായി പോയാലോ, എന്തോ കട്ടോ കിട്ടോ എന്തോ വന്നതുപോലെ എനിക്ക് തോന്നി. ഇവിടെ ബാങ്കോൽത്താമത്തോ രണ്ടാൾ ഒന്നിന്റെ മേൽ ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്തുകൊണ്ട് വക്തിൻ സമയം പറ്റി അങ്ങനെ ഇടുങ്ങിപ്പോയിന് എങ്കിൽ പിന്നെ അവിടെ ഫൽ അദാനു ഔലാബിഹിയ ചുരുക്കുമ്പോൾ എടുക്കാൻ നല്ലത് ബാങ്കാണ് എന്ന് പറഞ്ഞാൽ ബാങ്കും ഇഖാമത്തും കൊടുക്കലാണ് നല്ലത്. ഇനി രണ്ടുകൂടി കൊടുക്കണില്ലെങ്കിൽ ബാങ്ക് കൊടുക്കുക. നമ്മൾ ആളുകൾ നേരെ മറച്ചായി രണ്ടുകൂടി കൊടുക്കണമെങ്കിൽ ഇഖാമത്ത് കൊടുക്കല, അങ്ങനെയല്ല വേണ്ട. ഇതാ രണ്ടും കൊടുക്കാൻ പറ്റുമെങ്കിൽ രണ്ടും കൊടുക്കുക തന്നെ നല്ലത്. ഇനി രണ്ടുകൂടി കൊടുക്കുന്നില്ലെങ്കിൽ ഇഖാമത്തല്ല ബാങ്കാണ് കൊടുക്കേണ്ടത്, കാരണം അഫ്ളല് ബാങ്കാണ്. ഇനി ഇതൊക്കെ ഇപ്പൊ ഒരു ബാങ്കിന്റെ കഥ. ഇനി വയസ്സന്നോ സുന്നത്താക്കപ്പെടും. അതാനാനി രണ്ട് ബാങ്ക് വിളിക്കല് സുബഹിൻ വാഹിദി സുബഹിൻ സുബൈക്ക് രണ്ട് ബാങ്ക് സുന്നത്തുണ്ട്. വാഹിദുൻ ഖബിലൽ ഫജ്രി വാഹിദുൻ ഖബിലൽ ഫജ്രി ഒന്ന് ഫജ്ർ വെളിവാവുന്നതിന്റെ മുമ്പ്, ആഖറു മറ്റൊന്ന് ബഅദഹു ഫജ്ർ വെളിവായതിനു ശേഷം. എന്നാൽ എപ്പോ മുതൽ കൊടുക്കാം? പാതിരാത്രി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും കൊടുക്കാം. പക്ഷെ അത്താഴ സമയമായതിനു ശേഷം ആവലാണ് അഫ്ളല്. അങ്ങനെ സുബൈക്ക് പാതിരക്ക് ശേഷമുള്ള ഒരു ബാങ്കും അതുപോലെ ഫജ്റിന് ശേഷമുള്ള ഒരു ബാങ്കും. എന്നാൽ ഈ രണ്ട് ബാങ്കിലും അതിന് പറയും, ഒരു സുന്നത്തുകൾ പറയുന്നോർത്ത് പറയും, ഈ ഒന്നാം ബാങ്കിലും രണ്ടാം ബാങ്കിലും രണ്ടിലും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിക്കൽ സുന്നത്തുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം ഒന്നാം ബാങ്കിലും സുന്നത്തുണ്ട്, രണ്ടാം ബാങ്കിലും സുന്നത്തുണ്ട്. അപ്പൊ ഇവിടെ സൗദി അറേബ്യയിലൊക്കെ ഒന്നാം ബാങ്കില് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയാറില്ല. രണ്ടാം ബാങ്കിൽ മാത്രമേ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയൂ. അപ്പൊ ഇവിടെ ആശയക്കാര് പറയുന്നുണ്ട് മക്കത്തൊക്കെ മുമ്പേ അങ്ങനെയാണ്. എങ്ങനെ? ഒന്നാം ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയാതെ രണ്ടാം ബാങ്കിൽ മാത്രം അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയാ. അതിന് അവർ പറയുന്ന ന്യായം ജനങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. കാരണം ഉറക്കത്തുനിന്ന് പെട്ടെന്ന് ഞെട്ടിയുണർന്ന് ബാങ്ക് കേട്ട അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടപ്പം ഇയാള് പൗതി കണ്ണും തുടച്ചുകാണ്ട് വേഗം എഴുന്നേറ്റ് പോയി ഒതുകൊടുത്ത് സുബഹിസ്കരിക്കണ്ട. അപ്പൊ ബാങ്ക് ഇങ്ങനെ കേട്ട് നോക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം കേൾക്കണില്ല. അപ്പൊ എന്നാ പിന്നെ സുബഹി ആയിട്ടില്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയാതെ രണ്ടാമത്തെ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയുന്ന സമ്പ്രദായമാണ് മക്കയിൽ നിലവിലുള്ളത് എന്ന് യാനത്തിന്റെ മുസന്നിഫ് പറയുന്നുണ്ട്. അതായിരിക്കും ഇന്നും തുടർന്നു വരുന്നത്. ഒന്നാമത്തെ ബാങ്കിന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കൂട്ടാറ് കാണാറില്ല. പക്ഷെ മസ്അല പറയുന്നത് ഒന്നാമത്തേനും രണ്ടാമത്തേനും രണ്ടിനും അസ്സലാത്തു ഖൈറും മിനൻ നൗം സുന്നത്തുണ്ട്. ഇനി പറയും അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയുന്നതിനെ പറ്റി, മറ്റ് ബാങ്കിന്റെ സുന്നത്തുകളെ പറ്റി വിവരിക്കുന്നോടത്ത് ഇനി പറയൂ അതൊക്കെ ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ രണ്ട് സുന്നത്തുണ്ടെങ്കിൽ ഫൈനിഖ്തസറ ഒരു ബാങ്കിന്റെ മേൽ ചുരുക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ അധിക പള്ളികളിലും അങ്ങനെ ചുരുക്കം ചില പള്ളികളിൽ രണ്ട് ബാങ്കുണ്ട്. ഉദാഹരണം പൊന്നാനി വലിയ പള്ളിക്കല് രണ്ട് ബാങ്കുണ്ട്. അതുപോലെ വടകര പഴയ പള്ളിക്കല് രണ്ട് ബാങ്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിക്കല് രണ്ട് ബാങ്കുണ്ട്. ഇങ്ങനെ ചുരുക്കം ചില പള്ളികളിലേ എന്തുള്ളൂ, സുബഹിക്ക് രണ്ട് ബാങ്ക് നമ്മുടെ നാട്ടിലുള്ളൂ. അധിക പള്ളികളിലും ഒരു ബാങ്കേ ഉള്ളൂ. അങ്ങനെ ഒന്നിന്റെ മേൽ ചുരുക്കുകയാണെങ്കിൽ അപ്പം നല്ലത് ഫല്ലൗലാബാദു ഫജ്റിന്റെ ശേഷമുള്ള ബാങ്കാണ് നല്ലത്. മുമ്പ് കൊടുത്താലും സഹിയാവും, പക്ഷെ ഒന്നേ കൊടുക്കുന്നുള്ളെങ്കിൽ പിന്നെ ഫജ്റായിട്ട് കൊടുക്കലാണ് നല്ലത്. നമ്മളെ നാട്ടിലൊക്കെ സാധാരണ പള്ളിയിൽ അതാണ് നടപ്പ്. ഇനി എന്നതുപോലെ അദാനാനിൽ ജുമാഅത്തി ജുമാക്കും തന്നെ രണ്ട് ബാങ്ക് സുന്നത്താക്കപ്പെടും. രണ്ടും വഖ്ത് ചേർന്നിട്ടാട്ടോ. അഹദുഹുമ അതിൽ നിന്ന് ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ടാമത്ത് ബഅദ സുഊദിൽ ഖതീബി അൽ മിംബറ ഖതീബ് മിംബറമ്മ കേറിയതിന് ശേഷം കൊടുക്കുക ഒരു ബാങ്ക്. വല്ലാഹറു മറ്റേ ബാങ്ക് എന്ന് പറഞ്ഞാൽ അല്ലദീ ഖബ്ലഹു ഖതീബ് മിംബറിൽ കയറുന്നതിന് മുമ്പുള്ള ബാങ്ക് അത് ഇന്നമാ അഹദസു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ലമ്മാ കസുറൻ നാസു സഹാബത്തിന്റെ കാലത്ത് തന്നെ ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പള്ളി വളരെ വലുതായി എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾ ധാരാളം വർദ്ധിച്ചു വന്നപ്പോ ദൂരകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് പല ഷോലും ഏർപ്പാടുമായി എത്തിപ്പെടാൻ അസൗകര്യം വന്നപ്പോ
നേരത്തെ ഒന്ന് ഒരു അറിയിപ്പ് കൊടുക്കുക എന്നുള്ള നിലക്കൊരു ഒന്നാം ബാങ്ക് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നടപ്പിലാക്കി എന്ന് മാത്രമല്ല ഫസബത്തൽ അംറു അലാ ദാലിക എന്ന് ഇമാം ബുഖാരിന്റെ റിവായത്തിൽ കാണാം. അന്ന് മുതൽ കാര്യം അങ്ങനെ തന്നെ മുസ്ലിം സമുദായത്തിൽ സ്ഥിരപ്പെട്ടു. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നത്താക്കിയതാണ്, പിന്നെ ഇല്ല എന്ന് പറയാൻ പറ്റൂല. അവിടുന്ന് ഇങ്ങോട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും പിന്നീട് വന്ന ഖലീഫമാരുടെ കാലത്തുമൊക്കെ മുസ്ലിം ഉമ്മത്തിൽ നിരാക്ഷേപം അത് നിലവിൽ വന്നു. ഫസബത്തൽ അംറു അലാ ദാലിക, അവിടെ ഉറച്ചു നിന്നു. അപ്പൊ അങ്ങനെയാണ് രണ്ടാമത്തെ ബാങ്ക്. അതുകൊണ്ട് അപ്പൊ ഈ രണ്ടാം ബാങ്ക് സുന്നത്താകല്, ഒന്നാം ബാങ്ക് സുന്നത്താകല് എന്തൽ ഹാജത്തി, ആവശ്യമുണ്ടാവുമ്പോഴേ ആ സുന്നത്ത് വരുന്നുള്ളൂ. അങ്ങനെ ആവശ്യം വരാക്കാൻ തവഖഫ ഹുദൂറുഹും അലൈഹി എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം ഹാളിറാകാണെങ്കിൽ ഈ ബാങ്ക് കൊടുക്കണം. ബാങ്ക് കേട്ടാലേ ആളുകൾ എത്തുള്ളൂ. ഇപ്പൊ ബാങ്ക് കേട്ടാലും എത്താത്ത കോലായിരുന്നു. കാരണം എന്താ, എവിടെ നോക്കിയാലും ഈനാം പേച്ചികളുടെ പ്രസവ പള്ളിക്കലേ ബാങ്ക് കൊടുത്താട് എന്നിട്ട് ചിലവരൊക്കെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കും. അത് നിസ്കരിച്ചിട്ടുള്ള ഈനാം പേച്ചികൾ മുഴുവനും പ്രസവിക്കൽ ആ സമയത്താ. അങ്ങനെയല്ലേ, ഈനാം പേച്ചികൾ പ്രസവിക്കലല്ല. പിന്നെ മൗലവിമാരുടെ പ്രസംഗം തറ വഹാബി ആദ്യം തന്നെ മോള് കയറി പ്രസംഗിക്കും. അത്ര അങ്ങോട്ട് പരിഷ്കരിച്ചിട്ടില്ലാത്ത എന്നാൽ തറ സംസ്കാരമുള്ള കുറച്ച് ആൾക്കാർ തറയിൽ നിന്നിട്ട് പ്രസംഗിക്കും. അതിന് പറയൽ തന്നെ തറ സംസ്കാരം എന്നാ. തറ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആലൂരിനെ അറിയല്ലോ. ആളൊരു തറയാണ് എന്ന് പറഞ്ഞാൽ താന്ന സംസ്കാരാണ് എന്നർത്ഥം. ഇസ്ലാമിന്റെ സംസ്കാരത്തിനോട് യോജിച്ചതല്ല ഈ തറ. അത് വഹാബികളുടെ പ്രശ്നം വാസനിക്കുന്ന ശൈലിയ. ഓല് മുള് കേൾക്കുമ്പോ ഇവരെ ചോട്ട് നിൽക്കുക. അത് രണ്ടും ഇസ്ലാമികമല്ല. മോള് കയറിയിട്ട് ഈ കളമൂത്ര പ്രസംഗം നടത്തുന്നതും അത് ഇനി വേറെ വിഷയം, ഇനിയിപ്പോ അത് ചോദിക്കാൻ വരണ്ട, അത് ഇനി ജുമാന്റെ ബാബിൽ പറയാം. അതുപോലെ തന്നെ നമ്മളെ കുറച്ച് ഈ കുട്ടി മൗലവിമാര് തറയിൽ നിന്നുകൊണ്ട് നടത്തുന്ന തറപ്രസംഗവും രണ്ടും അനിസ്ലാമികമാണ്. അപ്പോ ഈ ഒന്നാം ബാങ്ക് കൊടുത്ത ഈ തറയായിട്ട് വരും മൗലവിമാരൊക്കെ. എന്നിട്ട് ആൾക്കാരിത് കേട്ട് മടുത്തിട്ട് എവിടെയെങ്കിലും അങ്ങാടിയിൽ റോട്ടക്കത്ത് വേളയും കാട്ടി ഇങ്ങനെ നിൽക്കുക. എന്തിനാ, ഈ ചങ്ങായിന്റെ ലാത്തിയാണ് കഴിഞ്ഞോട്ടെ എന്നിട്ട് പോകാൻ നോക്കിയാ നിങ്ങള്. ഇവരെന്താ പ്രസംഗിക്കാൻ വയ്ക്കണോനെ, കാര്യം ജനങ്ങൾക്ക് മാന്യമായി പറഞ്ഞു കൊടുക്കാൻ വയ്ക്കുന്നവനാണ് മോല്യാര് കാത്തീബെങ്കില്. ജുമ കഴിഞ്ഞിട്ട് അയാളവിടെ എഴുന്നേറ്റ് നിന്ന ആളവിടെ ഇരിക്കും. പണ്ട് മറുവാനാണ് ഈ സംഭവം മാറ്റിയത് എന്നാണ് ചരിത്രത്തിൽ കാണുക. മറുവാൻ മദീനത്ത് അമീറായിരുന്ന സമയത്ത് പെരുന്നാ ഖുതുബ ആദ്യം ചെയ്തു. അപ്പൊ അബൂ സഈദ് റളിയല്ലാഹു തആല ചോദിച്ചു, എടോ നിസ്കരിച്ചിട്ടല്ലേ ഖുതുബ ഓതല്, പെരുന്നാ ഖുതുബ? അപ്പൊ അബൂ സഈദ് റളിയല്ലാഹു തആല പറഞ്ഞു, എടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്കേ നടന്നു വരുന്ന സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ ഖുതുബ നിർവഹിക്കല്. അതിന് മുമ്പ് ഒരു പ്രസംഗം, തറപ്രസംഗം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തല്ല. ആ പഴയതൊക്കെ പോയില്ലേ. അത് കേട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫഅമ്മാ ഹാദാ ഫഖദ് അദ്ദല്ലദി അലൈഹി. ഈ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ബാധ്യത നിറവേറ്റി എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തിന്. സ്വീകരിക്കണോళ్ళు സ്വീകരിച്ചോട്ടെ, സ്വീകരിക്കാത്തവർ സ്വീകരിക്കേണ്ട, അടിച്ചേൽപ്പിക്കേണ്ട പണി നമുക്കില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അപ്പൊ ഈ തറപ്രസംഗം തുടങ്ങി വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും സുന്നത്തിനെതിരായിട്ട് മദീനയിലെ ഗവർണറായിരുന്ന മർവാൻ ഇബ്നുൽ ഹക്കമാണ് മുമ്പ് പ്രസംഗം തുടങ്ങി വെച്ച്, ഈ തറപ്രസംഗം. മനസ്സിലായില്ലേ? അതേ സമയത്ത് പ്രസംഗിക്കാൻ വയ്ക്കുന്നോ ശേഷം പ്രസംഗിച്ചാൽ കേൾക്കണ്ടോൻ കേൾക്കും. ഇല്ല, മുമ്പ് പ്രസംഗിച്ചു എന്ന് എഴുതിയിട്ട് കേൾക്കാൻ ഉദ്ദേശിക്കാത്തവൻ കേൾക്കൂല. കാരണം പറഞ്ഞേക്ക് തന്നെ റോട്ട് കൂടും. ഇയാളുടെ രാത്തി കഴിയുന്നത് വരെ റോട്ട് കൂടും ആൾക്കാർ.
ഇങ്ങോട്ട് വരൂല. അപ്പൊ കണക്കന്നെയല്ലേ. ഈ ഇരിക്കണോന് ശേഷം പറഞ്ഞാലും ഇരിക്കും, ശേഷം ഇരിക്കാത്തവര് മുമ്പ് പറഞ്ഞാലും ഇരിക്കൂല, കാരണം അവര് വരൂല. അതുകൊണ്ട് എന്താ കാര്യം? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് മാറ്റി എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫായിദ അതുകൊണ്ടില്ല. പിന്നെന്താ, വഹാബിനോടുള്ള ഒരു ചൂരും മണവും കിട്ടിക്കൊണ്ടെന്ന് അതിന്റെ ഒരു സന്തോഷം വന്ന ആളുകൾ ഒരു 3 പ്രസംഗിക്കും വരും, 1 പ്രസംഗിക്കും അത്ര. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ആളുകൾ ഹാജരാകാൻ ആവശ്യമുള്ള സാഹചര്യത്തിൽ ബാങ്ക് കൊടുക്കുക, 1-ാം ബാങ്ക്. ഇല്ല അങ്ങനെ ആവശ്യമില്ല. ഉദാഹരണം, ഒരു മഹല്ലത്തിലുള്ള എല്ലാ ആളുകളും പള്ളിയിൽ നേരത്തെ തന്നെ ഹാജറ, അങ്ങനെ എന്തോ കാര്യം ഉണ്ടായിരുന്നു, എല്ലാവരും വന്നു ഒറ്റ കുട്ടി വരാനില്ല എങ്കിലക്കാനൽ എത്തിബായഫൽ, എന്നാലും 2 ബാങ്ക് കൊടുക്ക. പക്ഷേ അവിടെ ഒരു ഇമാമ് മിമ്പറിൽ കയറിയതിന്റെ ശേഷമുള്ള ബാങ്കിന്റെ മേൽ ചുരുക്കലാണ് നല്ലത്. മറിച്ച് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം മുതൽ നിലനിന്നു പോന്ന 1-ാമത്തെ ബാങ്ക് ആ സാഹചര്യത്തിലും കൊടുക്കാം. പക്ഷേ ഒരു ബാങ്ക് മേൽ ചുരുക്കലാണ് ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിൽ. കാരണം എന്താ, ആവശ്യമുള്ളപ്പോഴാണല്ലോ ആ ബാങ്ക് സുന്നത്തായത്. അപ്പൊ ആവശ്യമുള്ളവർക്ക് ചെയ്താൽ മതി, അല്ലാത്തോടത്തോ സഹാബത്തിന്റെ കാലം മുതൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം മുതൽ അഴിവുള്ളതാണ്, ചെയ്യാം. പക്ഷേ ഒന്നിൽ ചുരുക്കലാണ് അഫ്ളൽ. ഇനി അതുപോലെ തന്നെ സുന്നത്താക്കപ്പെടും സ്വലവാത്ത്, ഓരോന്നിനും പ്രത്യേകം വേണമെന്ന് പറഞ്ഞു. ഇനി ഒന്നുകൊണ്ട് മതിയാക്കുന്ന കോലം, തുടരെയായി 1-ലധികം നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ ആദ്യത്തേന് മാത്രം ബാങ്ക് കൊടുക്കലാണ് സുന്നത്ത്. അങ്ങനെ തുടരെയായിട്ട് കുറെ നിസ്കാരം, ഉദാഹരണം കഫവാഇത്ത, കുറെ നിസ്കാരം സംഗതി വശാൽ ഖളായി പോയിരുന്നു, അത് ഒന്നിച്ച് ഖളാ വിട്ടുക. ആദ്യത്തേന് ബാങ്ക് കൊടുക്കുക, ബാക്കിയുള്ളതിനൊക്കെ ഇഖാമത്ത് കൊടുക്കുക, അത് മതി. എന്താ, ഓരോന്നിനും പ്രത്യേകമാണല്ലോ. അത് ഒന്നിന്റെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബാള് പോലിന്റെ സ്ഥാനം വന്നു. 2 റക്അത്ത് നിസ്കരിച്ച് ഇടയിലത്തയ്യാത്തിരുന്ന് പിന്നെ എഴുന്നേൽക്കുന്നത് പോലെ ഒന്ന് സലാം വീട്ടിയുടെ അടുത്ത് നിസ്കരിക്കുന്നതായതുകൊണ്ട് അവിടെ ഒന്നിന്റെ ജുസ് പോലെയാണ്. അപ്പൊ ഒരു ബാങ്ക് മതി. ജമ്മിന്റെ 2 നിസ്കാരം, അതിൽ ദുഹറും അസ്റും ജമ്മാക്കുകയാണെങ്കിൽ ആദ്യത്തേന് ബാങ്ക് കൊടുത്ത് 2-ാമത്തേന് ഇഖാമത്തല്ലേ ഉള്ളൂ. അതുപോലെ മഗ്‌രിബും ഇശാഉം നിസ്കരിക്കുമ്പോൾ മഗ്‌രിബിന് ബാങ്ക് കൊടുത്ത ഇശാക്ക് പിന്നെ ഇഖാമത്തല്ലേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ ജമ്മു ആക്കിയിട്ട് മുമ്പ് ഒരു നിസ്കാരം ഖളാ ആയതുകൊണ്ട് ഇനി അതും കൂടി കൂട്ടുക. എന്നാലും അവിടെ എന്ത് മതി, ഒരു ബാങ്ക് കൊടുത്താൽ മതി, ബാക്കിയുള്ളതിനൊക്കെ ഇഖാമത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫായിത്തത്തിൻ വഹാദിറത്തിൻ ദഖല വഖ്തുഹാ ഖബല ശുറൂഇഹി ഫിൽ അദാനി. വഫായിത്തത്തിൻ ഒരു ഖളാ വീട്ടുന്നു, വഹാദിറത്തിൻ ഒരു അദാവും കൂടി വീട്ടുന്നു. എങ്ങനത്തെ അതായത് ദഖല വഖ്തുഹായി, അദാന്റെ വഖ്ത് കടന്ന് ഖബല ശുറൂഇഹി ഫിൽ അദാനി, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സുബി ഒരാൾക്ക് ഖളാ ചെയ്ത് നോക്കിക്കോളി. ഈ സുബി ഖളാ വീട്ടുന്നത് ളുഹ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷം, അതായത് ളുഹ്ർ വഖ്ത് കടന്നതിന് ശേഷം. അങ്ങനെ ഇയാൾ ഒരു ബാങ്ക് കൊടുത്തു, ഒരു ബാങ്ക് കൊടുത്ത് സുബഹിസ്കരിച്ചു, പിന്നെ ഇഖാമത്ത് കൊടുത്ത് ളുഹ്ർ നിസ്കരിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സുബഹിക്ക് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുത്ത് ളുഹ്ർ ബാങ്കിന്റെ വഖ്ത് കിടക്കുന്നതിന് മുമ്പാണെങ്കിലോ, എന്നാ പിന്നെ അതായത് സുബഹി നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ളുഹ്ർ ആയിട്ടില്ല, അങ്ങനെ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്ത് ഇയാൾ സുബഹി 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടിയ പോക്ക് ളുഹ്റിന്റെ വഖ്ത് കിടന്നാണ്. എന്നാല് ആദ്യം കൊടുത്ത ബാങ്ക് പോരാ, കാരണം ആദ്യത്തെ ബാങ്ക് വഖ്തിന് മുമ്പാണ്, അതിന്റെ വഖത്തിലാണ്, ഇതിന്റെ വഖത്തായിട്ടില്ല. അപ്പൊ ളുഹ്റിന്റെ വഖത്ത് കടന്നതിന് ശേഷം സുബഹി ഖളാ വീട്ടാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുത്തു. സുബഹി ഖളാ വീട്ടിയ ഉടനെ ളുഹ്ർ നിസ്കരിക്കുകയാണ്, എന്നാ പിന്നെ അതിനവിടെ ഇഖാമത്ത് കൊടുത്താൽ മതി. പിന്നെ ഓരോന്നിനും ഇഖാമത്ത് കൊടുക്കുക, ആദ്യത്തേന് മാത്രം ബാങ്ക് കൊടുക്കുക, പിന്നെ ഉള്ളതിനൊക്കെ ഇഖാമത്ത് കൊടുക്കുക. വസുന്നൽ ഇഖാമത്തുൽ ഉൻസ, പെണ്ണുങ്ങൾക്ക് ഇഖാമത്ത് മാത്രം സുന്നത്താക്കപ്പെടും, ബാങ്കില്ല. പെണ്ണുങ്ങൾക്ക് ബാങ്കില്ല, ഇഖാമത്ത് മാത്രം. അത് തന്നെ സിറൻ എന്ന് പറഞ്ഞാല് ഒറ്റക്കാണെങ്കിൽ അവനന്നെ നഫ്സിനെ കേൾപ്പിക്കുന്നവർക്കും, ജമാഅത്തിന് പെണ്ണുങ്ങളുടെ ജമാഅത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ കേൾക്കേണ്ടതിന് വേണ്ടിയിട്ടും അത്രയും വലിയ സിറിന്റെ അർത്ഥമുള്ളൂ. പറ്റ ചുരുക്കുക എന്നല്ല, മറ്റുള്ള ബാങ്ക് പോലെ ഉറക്കത്തിൽ പാടില്ല. അതുപോലെ തന്നെ ഹുൻസയും തന്നെ ബാങ്ക് കൊടുക്കാൻ പാടില്ല, ഇഖാമത്ത് കൊടുക്കാൻ. അതേ സമയത്ത് ഫൈനത്ത് ഒരു പെണ്ണാട് ബാങ്ക് കൊടുത്തു, ലിന്നിസായി പെണ്ണുങ്ങളെ ജമാഅത്തിന് വേണ്ടി ബാങ്ക് കൊടുത്തു കൂട്ടിക്കോളി. സിറൻ അവിടെ കൂടിയ പെണ്ണുങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന നിലക്ക് ശബ്ദം ഉയർത്താതെ ബാങ്ക് കൊടുത്താൽ ലം യുക്റഹ്,
അത് കറാഹത്തില്ല. എന്നാ സുന്നത്തുണ്ടോ? സുന്നത്തുമില്ല. പിന്നെന്താണ്? മുബാഹാണ്, ഹലാലാണ്. ഇത്രയേ ഉള്ളൂ. അവിടെയുള്ള ആളുകൾക്ക് മാത്രം കേൾക്കാവുന്ന നിലക്ക് ശബ്ദം ഉയർത്താതെ ബാങ്ക് വിളിച്ചാൽ സുന്നത്ത് ഏതായാലും ഇല്ല, എന്നാ കറാഹത്ത് വരൂല. ഇനി അതെല്ലാം ജഹ്റൻ ഉറക്കാണ് കൊടുത്തൊരു പൊമ്പറന്നോള് ബാങ്ക്, എന്നാൽ ഹറാമാക്കപ്പെടുക തന്നെ ചെയ്യും. അതെന്താ? ശബ്ദം ഔറത്തായത് കൊണ്ടല്ല. കാരണം ഷാഫി മദ്ഹബിൽ മുഅ്തമദ് അനുസരിച്ച് പെണ്ണിന്റെ ശബ്ദം ഔറത്തല്ല. പിന്നെന്തുകൊണ്ടാണ് ഹറാമാകുന്നത്? ഫിത്നയെ പേടിക്കുന്നത് കൊണ്ട്. അത് രണ്ടും ഇല്ലത്താ. ശബ്ദം ഔറത്താകുക എന്നറിയണ കാരണമല്ല. പെണ്ണ് ഉറക്ക വാങ്ങ് കൊടുക്കൽ ഹറാമാണെന്ന് പറയാൻ കാരണം ഫിത്നയെ ഭയപ്പെടുന്നുണ്ട്. പെണ്ണിന്റെ നല്ല ചിങ്കിളിക്കൂറ്റിൽ ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴേ ചില നരമ്പ് രോഗികളുണ്ട്, ബാങ്ക് കയ്യാതെ നിന്നെങ്കില് പൂതിക്കാരൻ തന്നെയല്ല. ഒന്നും ഇല്ലെങ്കിലും കൂടി മാണ്ടില്ല, പള്ളിക്ക് പോകാം, ജമാഅത്തിന് പോകാം, തന്നെയല്ല ബാങ്ക് കൊടുക്കണ ആളെ നോക്കൽ സുന്നത്തുണ്ട്. എന്നാ നല്ല നോക്കി കുത്തിരുന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിനീരിറക്ക. അതുകൊണ്ട് ഫിത്നക്ക് സബബാകും. ഫിത്ന എന്ന് പറഞ്ഞാൽ സിനാന്നല്ല, മനസ്സിൽ വേണ്ടാത്ത വിചാരത്തിന് സബബാവുന്നതിനാണ് ഈ ഫിത്ന എന്ന് പറയുന്നത്. അങ്ങനെ ചില ഞരമ്പു രോഗികൾക്കെങ്കിലും മനസ്സിൽ വേണ്ടാത്ത തെറ്റായ ചിന്ത വിചാരങ്ങൾ വരാൻ സബബാകും എന്നതുകൊണ്ട് ഫിത്നയെ ഭയപ്പെടുന്നു. അതുകൊണ്ട് അതുകൊണ്ട് ഹറാമാവൂ. അല്ലാതെ നിസ്കാരം വരണ്ട. പെണ്ണുങ്ങളുടെ ശബ്ദം ഔറത്തല്ല എന്നാണല്ലോ മുഅ്തമദ്. പിന്നെന്താ ബാങ്ക് കൊടുത്താല്? ശബ്ദം ഔറത്തായത് കൊണ്ടല്ല, ബാങ്ക് കൊടുത്ത് ശബ്ദം ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞത് ഫിത്നയെ പേടിക്കുന്നത് കൊണ്ടാണ്. ഇതിന്റെ ഇടയ്ക്ക് ബാങ്കും ഇഖാമത്തും കഴിഞ്ഞിട്ട് മറ്റ് നിസ്കാരങ്ങളിൽ വിളിച്ചു പറയുന്ന അസ്സലാത്ത് ജാമിയ, ഇനി ബാങ്കിന്റെയൊക്കെ ഷർത്തും സുന്നത്തും കാര്യങ്ങളൊക്കെ ഇനി പറയാൻ പോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് തന്നെ ചെറിയൊരു ഭാഗം ബാക്കി വന്നു. ഏതാണ്? ജമാഅത്ത് മശ്റൂആയ നിസ്കാരങ്ങളിൽ അസ്സലാത്ത് അത്രേ ഉള്ളൂ, കുറച്ചുള്ളൂ. അതുകൂടി വായിക്കാൻ സമയം കഴിഞ്ഞെന്ന് അറിഞ്ഞിട്ട് അറിയില്ല. അതൊരു ബാക്കി പൂർത്തിയാകാൻ ഞാൻ അതിന്റെ ഇടയ്ക്ക് എങ്കോണിച്ചിക്കും. ഒയുനാദാരി ജമാഅത്തിൻ മശ്റൂഅത്തിൻ, സുന്നത്താക്കപ്പെട്ട ജമാഅത്തിന് വേണ്ടി വിളിച്ചു പറയപ്പെടൽ സുന്നത്തുണ്ട്. ഫീ നഫ്ലിൻ, സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയപ്പെടുക. ഏതുപോലെ കഈദിൻ, പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള അതിന് വിളിച്ചു പറയാം. തറാവീഹ് വിത്തിരിൻ, വിത്തറ് റമളാനിലെ വിത്തറ്. പക്ഷെ എങ്ങനെയായിരിക്കണം? ഉഫ്രിദാൻഹ, തറാവീനെ വിട്ട് തനിപ്പിച്ചാണെങ്കിൽ, തറാവീന്റെ കൂട്ടത്തിൽ തന്നെ ആണെങ്കിൽ ആ വിളി തന്നെ മതിയാർന്നു. എവിടെ? റമളാൻ മാസം. അപ്പൊ റമളാൻ മാസത്തിൽ വിത്തറ് തറാവീഹിന്റെ കൂടെ അല്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി വിളിക്കുക. തറാവീഹിന് വേണ്ടി ഏതായാലും വിളിക്കുക. തറാവീഹും വിത്തറും കൂടി ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ, ഒപ്പം സാധാരണ നാട്ടിൽ നടപ്പുള്ളത് പോലെ ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ആ തറാവീഹിന് വേണ്ടിയുള്ള വിളി തന്നെ മതി. കുസൂഫിൻ, ഗ്രഹണ നിസ്കാരം പോലെയുള്ള ജമാഅത്ത് സുന്നത്താക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വേണ്ടി വിളിച്ചു പറയപ്പെടൽ സുന്നത്താക്കപ്പെടും. എന്ത്? അസ്വലാത്ത ജാമിഅത്തൻ എന്ന്, അല്ലെങ്കിൽ അസ്വലാത്തു ജാമിഅത്തുൻ എന്ന്, അല്ലെങ്കിൽ അസ്വലാത്തു ജാമിഅത്തൻ എന്ന്, അല്ലെങ്കിൽ അസ്വലാത്ത ജാമിഅത്തുൻ എന്ന്, അങ്ങനെയൊക്കെ പറയാം. എന്നാൽ രണ്ടിനും നസ്ബായിട്ട് പറയാ, രണ്ടിനും റഫായിട്ട് പറയാ. ഒന്നാമത്തേന് നസ്ബും രണ്ടാമത്തേന് റഫായിട്ട് പറയാ, തലതിരിച്ചും പറയാം. നാലിടക്കും പറയാം. അസ്വലാത്ത ബിനസ്ബിൻ, ഹി നസ്ബുണ്ട്. അസ്വലാത്ത ഇഗ്റാൽ മഅ്ദൂഫിന്റെ മഫ്ഊലായിട്ട് നിസ്കാരത്തിലേക്ക് വരുവീൻ, നിസ്കാരത്തിന് വരുവീൻ. അതിന് പ്രചോദനം നൽകുക. ഇഗ്റാൽ എന്ന് പറഞ്ഞാൽ അതിലേക്ക് പ്രോത്സാഹനം അല്ലെങ്കിൽ പ്രചോദനം നൽകുന്നത്. വറഫ്ഉഹു, അസ്വലാത്തു മുഫ്തയത്ത് ജാമിഅത്തൻ എന്നും ജാമിഅത്തുന്നും. അസ്സലാത്തക്ക് നസ്ബ് ഇഗ്റാന്റെ മഫ്ഊലാണെങ്കിൽ ജാമിഅത്ത് എന്ന് പറഞ്ഞതിനെ ഹാലാക്കിയിട്ട്, വറഫ്ഉഹു അസ്വലാത്തു എന്ന് പറഞ്ഞ മുഫ്തയാവുമ്പോൾ റഫ്ഉഹു എന്ന് പറഞ്ഞതിനെ ഖബറാക്കിയിട്ട്, ഇനി മഅ്ദൂഫായ മുഫ്തന്റെ ഖബറു ആക്കട്ടെ. അങ്ങനെ ഖബറലി മദ്കൂരി പറഞ്ഞാൽ അസ്വലാത്തൂന് ഖബറാക്കിയിട്ട്, ഇനി മഅ്ദൂഫായ മുഫ്തന്റെ ഖബറാക്കിയിട്ട് വെക്കാം. അങ്ങനെയും വെക്കാം. ഒക്കെ തെർക്കീബ് അറിയുന്ന മൗലിയമാർക്ക് അതൊക്കെ അത്ര മതി. ഇനി അതിന്റെ പുറമെ ഇവിടെ വിളിച്ചു പറയുന്നോടത്ത് സുന്നത്ത് കിട്ടാൻ മതിയാവും. അസ്വലാ അസ്വലാ അങ്ങനെ പറഞ്ഞാലും മതി. സ്വലാത്ത് ജാമിഅ തന്നെ പറഞ്ഞോളന്നില്ല.
ഇനി അല്ലെങ്കിൽ ഹലുമോ ഇലസ്വലാ നിസ്കാരത്തിലേക്ക് വരുവീൻ അങ്ങനെയും പറയാം. ഏതായാലും കുറവ് കറാത്താക്കപ്പെടുന്ന ഹയ്യാലസ്വല എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ, ബാങ്കിന്റെ അറിയപ്പെട്ട ലഫ്ളാണ്. അത് മറ്റൊന്നിലേക്ക് മുറിച്ചെടുക്കണ്ട, അത് കറാത്താണ്. ഇനി വയമ്പകീനതുബുഹു ഇങ്ങനെ അസ്വലാബ് തുടങ്ങിയത് പറയൽ സുന്നത്താവേണ്ടതാണ്. ദുഖൂലിൽ വഖ്തി നിസ്കാരത്തിന് സമയമാവുമ്പോഴും സ്വലാത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴും രണ്ടും സുന്നത്താവേണ്ടതാണ്. എന്നാൽ ഒന്ന് മതി എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്തിനാണ് രണ്ടെണ്ണം വേണ്ട? യക്കൂന നായിബന്നെ അദാനി വൽ ഇഖാമത്തി. ഒന്ന് വഖ്ത് കടന്നാട് അസ്വലാ അസ്വലാ എന്ന് പറയുന്നത് ബാങ്കിന്റെ സ്ഥാനത്ത്, രണ്ടാമത് നിസ്കാരത്തിൽ തുടങ്ങാൻ പോകുമ്പോൾ അസ്വലാ അസ്വലാ എന്ന് പറയുന്നത് ഇഖാമത്തിന്റെ സ്ഥാനത്ത്. അങ്ങനെ രണ്ട്. ജമാഅത്തിൻ സുന്നത്തുസ്കാരത്തിന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്തുസ്കാരത്തിന് വേണ്ടിയിട്ടാണ് അസ്വലാത്ത് ജാമിയ പോലത്തെ പറയൽ സുന്നത്തുള്ളത് എന്ന് പറഞ്ഞത് കൊണ്ട് മാലായുസന്ന ഫീഹിൽ ജമാഅത്തു ജമാഅത്ത് സുന്നത്തില്ല. ഒരാൾ ദുഹാസ്കരിക്കും അസ്വലാ അസ്വലാ എന്ന് ആരോട് അറിയുന്ന അയാൾ ഒറ്റയ്ക്കലിരിക്കുന്നത്, അല്ലെങ്കിൽ ഊർന്നുമുള്ള സുന്നത്താണ്. അതിലൊന്നും, അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ അല്ലാത്ത സാധാരണ വിത്റാണ്, അതിനൊന്നും അസ്വലാ പറയൽ സുന്നത്തില്ല. അതുപോലെ തന്നെ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരാണെങ്കിൽ പോലും ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഒരാൾ പെരുന്നാൾ നിസ്കാരത്തിന് ജമാഅത്തിന് പോയിട്ടില്ല, ഒറ്റക്ക് നിസ്കരിക്കുന്നത്, എന്നാൽ അവിടെ അസ്വലാത്ത് ജാമിയ പറയൽ സുന്നത്തില്ല. ഇനി വബിനഫിലിൻ സുന്നത്ത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്തസ്കാരങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു മൻദൂറത്തുൻ നേർച്ചയാക്കപ്പെട്ട വിത്ർ നിസ്കരിക്കാൻ നേർച്ചയാക്കി. എന്നാ വിത്റിന് വേണ്ടി ഫർളാവുമല്ലോ, അതിനു വേണ്ടി അസ്വല പറയണോ? വേണ്ട. അതുപോലെ തന്നെ മയ്യിത്ത് മയ്യിത്തസ്കാരത്തിന് വേണ്ടി അസ്വലാത്ത് ജാമ്യ. കാരണം എന്താ, ആളുകളൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും, പിന്നെ അവിടെ അസ്വലാത്ത് ജാമ്യ പറയേണ്ടതില്ല. ഓക്കെ. ഇനി ബാങ്കിന്റെ ഷർത്തുകള് സുന്നത്തുകള് തുടങ്ങിയതൊക്കെ അത് ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് കൂടുതലാണെങ്കിൽ ഒരു തലക്കൽ എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് പൂർത്തിയാക്കിയ. പിന്നെ എന്താണെങ്കിൽ വലിയ പ്രയാസമുള്ള ഭാഗങ്ങളൊന്നും ഇല്ല, ഒക്കെ വളരെ വാഹിറാണ്.